സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? യെസ് സാർ, കേൾക്കാം. സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ മൺഡേ അവയർനെസ് സെഷൻ്റെ പാർട്ടായിട്ട് സ്വല്പം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ശരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ കണക്ഷൻ്റെ ഒരു പാത്ത് വേ സൃഷ്ടിക്കാൻ. തീർച്ചയായിട്ടും നമുക്കറിയാം, ലിസണിങ് വിത്ത് ദ ഹാർട്ട്, ഹൃദയത്തിലൂടെ നമ്മളുടെ ആ ചിന്തകളെയും വിചാരങ്ങളെയൊക്കെ കടത്തിവിടാൻ മനോജ് കുമാർ സാർ നമ്മൾ നിർബന്ധിക്കുകയാണ്. തീർച്ചയായിട്ടും സാർ എന്താണ് നമ്മളെ നിർബന്ധിക്കുന്നത് നമുക്ക് നോക്കാം. സോ നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു. അതോടൊപ്പം മനോജ് സാർ യു ആർ വെൽക്കം. താങ്ക് യു സാർ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്നിവിടെ സാബു സാർ സൂചിപ്പിച്ച പോലെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയവും അതാണ്, ലിസണിങ് വിത്ത് ദ ഹാർട്ട്. അപ്പോൾ ഈ ലിസണിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ലിസൺ ചെയ്യുകയാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഈ കേൾക്കുന്ന ശബ്ദങ്ങൾ മാത്രമാണ് അല്ലേ, നമ്മൾ ഈ നമ്മുടെ ചെവിയിൽ കൂടെ അവരുടെ ഇയറിംഗ് സെൻസിൽ കൂടെ കേൾക്കുന്ന ശബ്ദങ്ങളാണല്ലോ. അപ്പോൾ അത് ശബ്ദങ്ങൾ മാത്രമാണ്. പക്ഷേ യഥാർത്ഥ കേൾവി എന്ന് പറയുന്നതിന് അതിനപ്പുറത്തുമാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മാത്രമാണ് ഒരു കേൾവിയായിട്ട് നമ്മളൊക്കെ തോന്നുമെങ്കിലും പറയുമെങ്കിലും അതിന് അല്ലാതെ എന്തോരം ശബ്ദങ്ങൾ നമ്മുടെ ചുറ്റും ഒരു സൈലൻസിലൂടെ നമ്മൾക്ക് ഒന്ന് നിരീക്ഷിച്ചാൽ നമ്മൾക്ക് തന്നെ കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഈ പറയുന്ന ഒരു 10 സെക്കൻഡ് തന്നെ ഒന്ന് നമ്മൾ സൈലൻ്റ് ആയാൽ നമുക്കറിയാം എന്തെല്ലാം ശബ്ദങ്ങൾ ചുറ്റും ഉണ്ടെന്നുള്ള കാര്യം അല്ലേ ഇല്ലേ സാബു സാറേ? നമുക്ക് ഒരു വലിയ ഉദാഹരണമാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് നമ്മൾ കൂടുതൽ നിശബ്ദരാകും തോറും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടെ ഒന്ന് ഒരു ശാന്തത കൈവരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രതിഭാസങ്ങളടക്കം കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ അടക്കം എല്ലാം ക്ലിയറായിട്ട് വരും. അപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒരു മൊമെൻ്റ് ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് പലതും കേൾക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം, ലിസണിങ് എന്നുള്ളതാണ് വിഷയം. ആക്റ്റീവ് ലിസണിങ് ഉണ്ട്, പാസീവ് ലിസണിങ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും, ഈ ആക്റ്റീവ് ലിസണിങ്ങിൽ കൂടെ നമ്മൾ കേൾക്കാൻ നമ്മളുടെ വളരെ ശാന്തമായ ഒരു മനസ്സ് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് പലതും കേൾക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ അവർ ടീച്ചർ പറയുന്ന വിഷയം അവർക്ക് മനസ്സിലാകുമോ? കമ്മ്യൂണിക്കേഷൻ ലോസ് എന്ന് പറയുന്ന അവിടെയാണ്. നമ്മൾ ശരിക്കും കേൾക്കാത്തത് കൊണ്ട് പറയുന്ന വിഷയത്തിൻ്റെ ഒരു 100% പെർഫെക്ഷൻ ഇവിടെ നമ്മളുടെ ബ്രെയിനിലും എത്താറില്ല, ആദ്യം തന്നെ നമ്മുടെ ചെവിയിൽ പോലും എത്താറില്ല എന്നുള്ളതാണ് ശരിക്കുള്ള കാര്യം. നമ്മൾ ആ കേൾക്കുന്ന എല്ലാം ഒരു ഫിൽറ്ററിൽ കൂടിയാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ NLP പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, നമ്മുടെ സെൻസറി ഓർഗൻസൊക്കെ നമ്മുടെ ഫിൽറ്റേഴ്സിൽ കൂടി, പ്രത്യേകിച്ചും ഓഡിറ്ററി ഫങ്ഷൻസൊക്കെ ദർ ആർ മെനി ഫിൽറ്റേഴ്സ് അല്ലേ നമ്മൾ തന്നെ സൃഷ്ടിക്കും. നമുക്കൊക്കെ ഒരു മുൻവിധിയുടെ കൂടെ കേൾക്കാനിരിക്കുന്ന പോലും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പ്ലാറ്റ്ഫോമിൽ 16 പേര് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് അവരവർ തന്നെ ഒന്ന് നോക്കണം. ഈ മനോജ് കുമാർ എന്ന് പറയുന്ന ആൾ എന്താണ് പറയുന്നത്, അല്ല പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇരിക്കുന്നത് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുൻവിധിയോട് കൂടിയാണ് അല്ലേ. അപ്പോൾ ഈ കേൾക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ കേൾക്കുന്നതൊക്കെ ഒരു വിധി എഴുതാതെ, ഒരു മുൻവിധികളും ഇല്ലാതെ, ഒരു തുറന്ന മനസ്സോടെ ആയിരിക്കണം. എങ്കിലേ ഞാൻ പറയുന്നത് അടക്കം, അല്ലെങ്കിൽ നമ്മൾ ഏത് കാര്യത്തിലാണോ ശ്രദ്ധിക്കുന്നത് ആ കാര്യത്തിലുള്ള ഒരു അതിൻ്റെ ആ കാര്യത്തിൽ പറയുന്നതിൻ്റെ 100% കണ്ടന്റ് നമ്മൾക്ക് ഈ ശ്രദ്ധാലുവായിരിക്കും നമ്മൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രസൻറ്റേഷനിലൂടെ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്, നമ്മൾ എങ്ങനെയാണ് കേൾക്കുന്നത്, സാധാരണയായിട്ട് കേൾക്കാൻ പോകുന്നത്. ആ കേൾക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അഥവാ അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ, യഥാർത്ഥ കേൾവിയുടെ ഒരു ശക്തി എന്താണ് എന്നൊക്കെയാണ് നമ്മളിത് പരിശോധിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഇയർ ലോസിൽ കൂട്ടുള്ള നമ്മുടെ ശാരീരികമായിട്ടുള്ള അത് ചിലപ്പം വ്യത്യാസമായിരിക്കാം, പേഴ്സൺ ടു പേഴ്സൺ ചിലപ്പം
ഒരാളുടെ കേൾവിയും മറ്റൊരാളുടെ കേൾവിയും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കാം. എങ്കിലും അപ്പോൾ നമ്മൾ അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഒരു 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 നോർമൽ രീതിയിൽ ഇപ്പോൾ ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ എത്രയോ പേരോട് വീട്ടുകാരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അവർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നു. ആ കേൾക്കുന്നതിലെ കഥ എന്താണ്, അവരെന്താണ് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ കേട്ട കാര്യത്തിൽ അപ്പം തന്നെ ഒരു പ്രതികരണം നടത്തി നമ്മൾ ശരിക്ക് കേൾക്കാതെ പോയത് കൊണ്ട് ഒരു വലിയ വഴക്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ അവസാനിക്കാം. ആ പറഞ്ഞ ആള് നമ്മൾ ആ പറഞ്ഞ കാര്യം നമ്മൾ ശരിക്കും കേൾക്കാതെ പോയിട്ടുണ്ടാവും ഒരു പക്ഷേ. നമ്മുടെ ഒരു ജഡ്ജ്മെൻറ്റിൽ കൂടെയാണ് നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയല്ലേ പ്രൊഫഷണൽ കാര്യങ്ങൾ, അതിനേക്കാൾ അപ്പുറം തന്നെയാണ്. ഇപ്പോൾ ഓഫീസുകളിലൊക്കെ എടുത്തോളൂ, ഒരു ഒരു നമ്മൾ തന്നെ എത്ര പേരോട് കമ്മ്യൂണിക്കേറ്റും ഒക്കെ ചെയ്തിട്ടാണ് ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യാറ്. ഏത് തൊഴിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരു ജോലിയും നടക്കാറില്ലല്ലോ. അപ്പോൾ അതാണ് ആക്റ്റീവ് ലിസണിങ് വേണമെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. കുഴപ്പങ്ങൾ എവിടെയും സംഭവിക്കും, കേൾക്കാതിരിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പങ്ങൾ ഒരുപാടാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു എത്തിനോട്ടമായിരുന്നു ഞാൻ ഇപ്പോൾ ഇവിടെ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നതും അതിൽ കൂടെയാണ് നമ്മൾ ഈ പ്രസൻറ്റേഷൻ നീങ്ങുന്നതൊക്കെ. അപ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മുൻവിധികളൊന്നും പാടില്ല. കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ബലവും പിടിക്കാതെ അങ്ങനെ തന്നെ കേൾക്കണം. അല്ലാതെ നമ്മൾ അതിനകത്ത് ഇയാൾ പറയാൻ പോകുന്ന കാര്യം ഇങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു ഒരു 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 മുൻവിധിയോട് കേൾക്കുമ്പോൾ അവിടെയും ഫിൽട്ടർ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ പറഞ്ഞ ആൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് വരുന്ന റെസ്പോൺസും പ്രതികരണവും ഒക്കെ അതുപോലെ ആയിരിക്കില്ലേ. കാര്യം അറിയാതെയാണ് നമ്മൾ പ്രതികരിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജെ കൃഷ്ണമൂർത്തി ഒരു ഒരു വളരെ മനോഹരമായൊരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്. കേൾക്കുമ്പോഴാണ് വാക്കുകളുടെ പാട്ട് കേൾക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയല്ലേ? വാക്കുകൾ എന്ന് പറഞ്ഞ ഒരു ടൂള് മാത്രമാണ്, അത് കേൾവിയല്ല. അപ്പോൾ നമ്മൾ ആ പറയുന്ന വാക്കുകൾ അല്ലെ കേൾക്കുന്ന വാക്കുകളൊക്കെ നമ്മൾ ശരിക്കും കേൾക്കുമ്പോഴാണ് അത് വാക്കുകളുടെ പാട്ട് ആയിട്ട് മാറുന്നത് എന്നാണ് ജെ കൃഷ്ണമൂർത്തിയെ പോലുള്ളവർക്ക് പറയുന്നത്. അപ്പോൾ ലിസണിങ്ങിന് വലിയൊരു പ്രസക്തി നമ്മുടെ ദൈനംദിന ജീവിതത്തിലുണ്ട്. അപ്പോൾ ലിസണിങ് ഈസ് ആൻ ആർട്ട് എന്നും പറയാറുണ്ട്. ശരിക്കും കേൾക്കുന്നത് ഒരു കലയാണ് പോലും. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു പാട്ട് കേൾക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നതും അല്ലാതെ ഒരു പാസീവ് ലിസണിംഗ് കേൾക്കുന്നതും തമ്മിൽ ഒരു വലിയ അന്തരമുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ആസ്വാദനത്തെ പോലും നമുക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഞാനൊരു ചെറിയ ഒരു പാട്ടിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. കാര്യം പാട്ട് ഇഷ്ടമില്ലാത്തവരാരുമില്ല. നമ്മൾക്ക് എന്തുകൊണ്ടാണ് പാട്ട് ഹൃദ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ പാട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലും. അത് നമ്മുടെ സെൻസറി ഓർഗൻസൊക്കെ പോയി നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസിലൊക്കെ പോയി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെ സ്ഥലത്തൊക്കെ പോയി രജിസ്റ്റർ ചെയ്ത് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ കേൾവിയും എന്ന് പറയുന്നത്, ലിസണിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ട്. അത് വേണ്ട രീതിയിൽ തന്നെ ചെയ്യണം. എവിടെയാണെങ്കിലും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടാണ്. അപ്പോൾ അതിന് വലിയൊരു പ്രാധാന്യം നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിലൊക്കെ ഉണ്ടെന്നുള്ള പറഞ്ഞ നോട്ടോടുകൂടി ഞാൻ എൻ്റെ ഇന്നത്തെ ഈ പ്രസൻറ്റേഷൻ ഞാൻ ഇവിടെ ആരംഭിക്കാൻ പോവാണ്. So once again, welcome to this session called Listening with the Heart, a path to connection. So let us see, what is listening?
അപ്പോൾ ഞാൻ ഇവിടെ പ്ലേ ചെയ്ത മ്യൂസിക് എല്ലാവരും കേട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു യെസ് ആരെങ്കിലും പറയുമോ? കേട്ടോ എല്ലാവരും? യെസ് Yes, യെസ്. sir. Yes. കേട്ടു. എൻ്റെ ചോദ്യം, ഈ കേട്ട ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് ആർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റിയോ? ഈ വായിച്ച ഇവിടെ കേട്ട മ്യൂസിക് ഒരു ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ആയിരുന്നു. സന്തൂറാണ്, സന്തൂർ വാദൻ. സന്തൂർ അല്ല, വേറെ വീണയല്ലേ സർ? വീണയുമല്ല. ഇനി അതർ ആൻസർ? സന്തൂർ വീണ പറഞ്ഞ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് തന്നെയാണ്, എന്നാൽ ഇത് രണ്ടുമല്ല. അത് എത്ര ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമായിരുന്നോ? ഞാൻ ഇതിന്റെ ആൻസർ പറയാം. അടുത്ത എൻ്റെ ചോദ്യം, അത് എത്ര ഇൻസ്ട്രുമെന്റ് ഉണ്ടായിരുന്നു? ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണോ കേട്ടത്, അതോ കൂടാതെ വേറെ എന്തെങ്കിലും കേൾക്കാൻ പറ്റിയോ ആർക്കെങ്കിലും? 3 വ്യത്യസ്തമായ സൗണ്ടുകൾ കേട്ടു. റോയ് സാർ ഒന്നുകൂടെ പറയുമോ? സാർ പറഞ്ഞത് 3 വ്യത്യസ്തമായ സൗണ്ട് കേട്ടിരുന്നു. ആ, സാറ് 3 വ്യത്യസ്തമായ സൗണ്ട് കേട്ടെന്നാ പറയുന്നത്. ആ അഭിപ്രായത്തോട് യോജിക്കുന്നവരാരുണ്ട്? 3 സൗണ്ട് കേട്ടെന്നാ സാറ് പറഞ്ഞത്. ഇനി അതല്ല, ഒരു സൗണ്ട് മാത്രമേ കേട്ടുള്ളവരും ഉണ്ടോ? ഒരെണ്ണം എന്തായാലും കേട്ടു. ഓക്കെ. അപ്പൊ ഇവിടെ തന്നെ ആ വ്യത്യാസം കേട്ടോ. 3 പേര് പറഞ്ഞ ആൻസർ ഞാൻ വളരെ ശ്രദ്ധയോടെ ഞാൻ കേട്ടു. ആദ്യത്തെ എൻ്റെ ചോദ്യം ഇൻസ്ട്രുമെന്റ് എന്തായിരുന്നു എന്നു. അപ്പോൾ ആ സൗണ്ട് കേട്ടപ്പോൾ ഏതോ കുറേ ഇൻസ്ട്രുമെന്റുകളുടെ എൻ്റെ ചോദ്യം കേട്ടപ്പോൾ കുറേ മനസ്സിൽ കൂടെ പോയ ആൻസറുകളാണ് സാബു സാറും വേറെ ആയിട്ട് ഒരാൾ കൂടെ പറഞ്ഞ ആൻസർ അതാണ്. ഒരാൾ സന്തൂർ എന്ന് പറഞ്ഞു, ഒരാൾ വീണയെന്നും പറഞ്ഞു. അതിനടുത്തെത്തിയിട്ടുണ്ട്, ശരിയാണ്. അപ്പോൾ അതൊരു മ്യൂസിക് സെൻസ് കുറച്ചുകൂടെ ഉള്ളതാണ്, കൃത്യമായിട്ട് പറയും അത് വീണയുമല്ല സന്തൂറുമല്ല, അത് സിത്താർ എന്ന് പറയുന്ന ഉപകരണമായിരുന്നു. നമ്മുടെ രവിശങ്കർ, പണ്ഡിറ്റ് രവിശങ്കർ ഒക്കെ വായിക്കുന്ന സിത്താറായിരുന്നു അത്. മനസ്സിൽ കണ്ടത് തന്നെയാണ്, പക്ഷെ പേര് പറഞ്ഞപ്പോൾ മാറി. അതെ അതെ അതെ. ഇത് കമ്പി വളഞ്ഞിരിക്കുന്നില്ല, മുകളിലേക്ക് വളഞ്ഞിരിക്കുന്നത്. യെസ്, സിത്താർ എന്ന് പറഞ്ഞ ഒരു വലിയ ഇൻസ്ട്രുമെന്റ് ആണ്. അത് നമ്മുടെ ഇന്ത്യൻ സംഗീതവുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, അത് പണ്ഡിറ്റ് രവിശങ്കർ തന്നെ മതിയല്ലോ. വേറെ ഉദാഹരണത്തിന് ആരെ എടുക്കേണ്ട? അദ്ദേഹത്തിൻ്റെ മകളുണ്ട്, അനുഷ്ക രവിശങ്കർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ആ ഒരു ഇൻസ്ട്രുമെന്റിൽ കൂടി നമ്മൾ കേട്ട ഒരു ഇതിൽ കൂടി ആണ് നമ്മൾ ആ ഇൻസ്ട്രുമെന്റിനെ ഐഡന്റിഫൈ ചെയ്തത്. പക്ഷേ റോയ് സാറ് പറഞ്ഞ ആൻസർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സാർ 3 സൗണ്ട് കേട്ടെന്നാണ് പറഞ്ഞത്. ശരിയാണ്, അത് സിത്താർ മെയിനായിട്ടൊരു ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ പിയാനോ വായിച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ കൂടെ ബേസ് ഗിറ്റാർ, ഇങ്ങനെ 3 ഇൻസ്ട്രുമെന്റ് എന്തായാലും വായിച്ചത് റോയ് സാറിന് കേൾക്കാൻ പറ്റി എന്ന് പറയുന്നത് സാറിൻ്റെ ഓഡിറ്ററി ഫങ്ഷൻ വളരെ കൃത്യമായ നിരീക്ഷണമാണ് നടത്തിയത്, സാർ കേട്ടത്. അപ്പോൾ റോയ് സാറിന് ഒരു വലിയ ഒരു കൺഗ്രാജുലേഷനും ഞാൻ ഈ അവസരത്തിൽ കൊടുക്കുന്നുണ്ട്. നല്ല ഓഡിറ്ററി ഒരു സെൻസറോടു കൂടിയാണ് സാർ അത് പറഞ്ഞത്. അപ്പോൾ അതാണ് ലിസണിങ്ങിൻ്റെ കാര്യം. അതാണ് നമ്മൾ കേൾക്കുന്ന, വളരെ ശ്രദ്ധിച്ച്, ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ട് ആ ഒരു മൂഡിൽ തന്നെ ഇരിക്കുന്ന കാരണം നമുക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ ഈ ശ്രദ്ധയിലേക്കാണ് ഞാൻ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. അപ്പോൾ ലിസണിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ലിസണിങ് ഈസ് മോർ ദാൻ ഹിയറിങ് സൗണ്ട്സ്. നമ്മൾ കേൾക്കുന്ന ശബ്ദം കേൾക്കുന്നത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, ഒരു ശബ്ദത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് റോയ് സാർ പറഞ്ഞ് 3 ശബ്ദം നമ്മൾ സാറ് കേട്ടു എന്ന് പറഞ്ഞൊരു ഉദാഹരണമാണത്. രണ്ടാമത്തേത്, ഇറ്റ് മീൻസ് ബീയിങ് ഫുള്ളി പ്രസൻറ്റ്. നമ്മൾ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ പോയിരുന്നു കഴിഞ്ഞാലും നമ്മളുടെ ശ്രദ്ധ ഒക്കെ എങ്ങോട്ടൊക്കെയോ പോകും. തീർച്ചയായിട്ടും ഡിസ്ട്രാക്ഷൻസ് ഒരുപാടുണ്ട്. സ്കൂളിലെ കാര്യം മാത്രമല്ല, നമ്മൾ ജീവിക്കുന്നത് തന്നെ ഡിസ്ട്രാക്ഷൻ്റെ നടുക്കല്ലേ. അപ്പോൾ എപ്പോഴും നമ്മുടെ അറ്റൻഷൻ മാറാം, നമ്മുടെ ശ്രദ്ധ മാറാം, ഫോക്കസ് മാറാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ യഥാർത്ഥ കേൾവിക്ക് ആ ഒരു പ്രസൻസ് ആവശ്യമാണ്. നമ്മുടെ മനസ്സും ഹൃദയവും ആവശ്യമാണ്, രണ്ടും ആവശ്യമാണ് നല്ല കേൾവിക്ക്. അടുത്താണ് ഇറ്റ് ഈസ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്. ഞാനത് നേരത്തെ പറഞ്ഞു. ഒരു വിധി
എഴുതാതെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശബ്ദത്തെ കേൾക്കേണ്ടത്. ഇറ്റ് ഈസ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്. വിധി എഴുതാതെ, വിമർശനമില്ലാതെ. അങ്ങനെ കേൾക്കുമ്പോൾ മാത്രമേ മറ്റുള്ള ഒരാളുടെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലേ റോയ് സാറേ? നമ്മളിപ്പോൾ ഞാൻ പറയുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് എന്താണെന്ന് വിധി എഴുതുകയാണ്, അല്ലെങ്കിൽ ഒരു വിമർശനം ബുദ്ധിയോടെ കേൾക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാൻ പോകുന്നില്ല. അതാണ് നല്ല കേൾവിയുടെ ആവശ്യത്തിന് നമുക്ക് അങ്ങനെ ജഡ്ജ്മെന്റ് പാടില്ല എന്ന് പറയുന്നത്. നോട്ട് ജഡ്ജ്മെന്റ്. ട്രൂ ലിസണിങ് റിക്വയർസ് എ ക്വയറ്റ് ആൻഡ് ഓപ്പൺ മൈൻഡ്. വേണ്ടേ? കറക്റ്റ് അല്ലേ? നമുക്ക് ശരിക്കും കേൾക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ചിന്തകളും മറ്റൊക്കെ ഒഴിഞ്ഞ ശരിക്കും ക്വയറ്റായിട്ടുള്ള വളരെ ഒരു ഓപ്പൺ മൈൻഡോട് തന്നെ ഇരുന്നാൽ മാത്രമേ ശരിക്കും കേൾക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? യെസ്. നമ്മൾ പാസീവ് ലിസണിങ്, ദിസ് നോട്ട് ആക്റ്റീവ്. ആക്റ്റീവ് ലിസണിങ് ഓൾസോ യു ഹാവ് ടു പുട്ട് യുവർ ഹാർട്ട്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു നമ്മുടെ ഒരു മൈൻഡ്, പ്രസൻസ് ഓഫ് മൈൻഡിൽ കൂട്ടുന്നെങ്കിൽ മാത്രമേ ഒൺലി വി ആർ ഗോയിങ് ടു ലിസൺ. അപ്പോൾ അതിന് ശാന്തമായ ഒരു മനസ്സും ആവശ്യമാണ്. വി മസ്റ്റ് ലിസൺ ടു അവർ ഓൺ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് റിയാക്ഷൻസ്. വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കാര്യം ഒന്ന് എടുത്തേക്ക്. നമ്മൾ ശരിക്കും നമ്മളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ നിമിഷത്തിൽ നമുക്ക് തോന്നുന്ന ഫീലിങ്സ്, തോട്ട്സ്, റിയാക്ഷൻസ്, ഇതെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. ഈ നിമിഷത്തിൽ തന്നെ കേൾക്കാൻ പറ്റും, അത് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ബോഡി അത് തന്നെ സെൻസ് ചെയ്യുകയും ചെയ്യും. വെൻ വി ലിസൺ ഡീപ്ലി വി ഡിസ്കവർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ബ്യൂട്ടി. അല്ലേ? അപ്പോൾ അങ്ങനെ കേൾവിയിൽ കൂടെ മാത്രമേ ആ പറയുന്നതിലെ സൗന്ദര്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്താണ് അതിനകത്ത് കഴമ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ കൂടെ കേൾക്കുമ്പോഴാണ് ശരിക്കും ദ ട്രൂ ലിസണിങ് ഹാപ്പൻസ്. ഇതേപോലെ നമ്മളൊന്ന് സ്വസ്ഥമായി ഇരുന്ന് നോക്കിയാൽ യു ക്യാൻ ലിസൺ ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് സൗണ്ട് അറൗണ്ട്. വളരെ ദൂരത്തു നിന്നുള്ള സൗണ്ടുകൾ പോലും കേൾക്കാൻ പറ്റും. ഇഫ് യു ആർ സോ ഡീപ്ലി ഇൻവോൾവ് ഇൻ സച്ച് എ മെൻ്റൽ സ്റ്റേറ്റ്. അപ്പോൾ ഇത് മെഡിറ്റേഷന് പോലും ബാധകമാണ്. ഒരു കണക്കിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ മെഡിറ്റേഷൻ ഇരുന്ന് കഴിഞ്ഞാൽ ആർ വി ലിസണിങ് or do we have that much of focus? അപ്പോൾ നമ്മുടെ ശബ്ദങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചുറ്റും കേൾക്കുന്ന ശബ്ദങ്ങളിൽ കൂടി നമുക്ക് അത് ഒഴിവാക്കാനും പറ്റത്തില്ല. ബട്ട് യു ആർ ആക്റ്റീവ് ലിസണിങ്, യു വിൽ ബി മോർ പീസ്ഫുൾ. ഓക്കെ, നൗ നമുക്കൊന്ന് നോക്കാം ഹൗ വി യൂഷ്വലി ലിസൺ. നമ്മൾ എങ്ങനെയാണ് സാധാരണയായി കേൾക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വി ഡോണ്ട് ട്രൂലി ലിസൺ, വി ലിസൺ ത്രൂ എ സ്ക്രീൻ ഓഫ് അവർ ഓൾഡ് അക്യുമുലേറ്റഡ് നോളജ്. ശരിയാണോ? നമ്മൾ ഈ കേൾക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയ പണ്ട് നടക്കുന്ന പാസ്റ്റ് ഇതിൽ നടക്കുന്ന കാര്യങ്ങളിൽ കൂടെയുള്ള ഒരു രീതിയിലായിരിക്കുമല്ലേ നമ്മൾ കേൾക്കുന്നത്. നമ്മളിപ്പോൾ ഈ മൊമെന്റിലാണോ, അല്ലെങ്കിൽ പഴയതിലായിരിക്കും. So we listen through a screen of our old accumulated knowledge. Our mind constantly react with, number one, judgments. This is good, this is not good, this is bad. അല്ലേ? നമ്മുടെ ഒരു വിധിയാണത്. ഇത് നല്ലതായിരിക്കാം, അല്ലെങ്കിൽ ചീത്തയായിരിക്കാം. നമ്പർ ടു, കമ്പാരിസൺസ്. വി ഓൾവേസ് കമ്പയർ. ദിസ് ഈസ് ബെറ്റർ ഓർ വേഴ്സ് ദാൻ ബിഫോർ. നമ്മൾ ഈ കേട്ട കാര്യമുണ്ടല്ലോ, നമ്മൾ താരതമ്യപ്പെടുത്തുകയും ചെയ്യും. ചിലപ്പോൾ ബെറ്റർ ആയിരുന്നായിരിക്കാം, അല്ലെ മുൻപത്തേക്കാൾ ചീത്തയായിരുന്നായിരിക്കാം. ഇത് നമ്മളൊക്കെ ചെയ്യാറുണ്ട്. അവർ മൈൻഡ് കോൺസ്റ്റന്റ്ലി റിയാക്ട്സ്. നമ്പർ ത്രീ, പ്രീ ജഡ്ജ്മെന്റ്സ്, മുൻവിധികൾ. നമ്മുടെയൊക്കെ ഒരു പ്രശ്നം ഇതാണ്. നമ്മളൊക്കെ കേൾക്കുന്ന കാര്യം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഒരു വിധി എഴുതും. ഐ ഓൾറെഡി നോ വാട്ട് ദേ വിൽ സേ. വിധി എഴുതി കഴിഞ്ഞു. ദിസ് ഈസ് ദ പ്രോബ്ലം. ഓക്കെ, സോ അവർ പാസ്റ്റ് stop us from seeing the present clearly. കറക്റ്റ് ആണോ?
അപ്പം ഈ അനുഭവങ്ങളെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സത്യത്തെ ഇപ്പം നടക്കുന്ന കാര്യത്തെ തടയുകയാണ്. എന്താണ് നമ്മുടെ പാസ്റ്റ് ആണ് അത്. അവർ പാസ്റ്റ് സ്റ്റോപ്സ് us ഫ്രം സീയിങ് ദ പ്രസന്റ് ക്ലിയർലി. അതാണ് കേൾവിയുടെ പ്രശ്നം. നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മളൊരു ഫിൽറ്റർ കഴിഞ്ഞുപോയ ഏതോ കാര്യങ്ങളിൽ കൂടെയോ, അല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച 3 കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ അത് കേട്ടത്. സോ ദാറ്റ് ഇസ് എ റിയൽ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും എന്നോട് സമ്മതിക്കുമായിരിക്കും. വി ആർ ഇൻ ഡിസ്ട്രാക്ഷൻ, വി ആർ ഇൻ ഇൻട്രാക്ഷൻ അറൗണ്ട് അസ്. പലതരത്തിലുള്ള സൗണ്ടുകൾ കേൾക്കും. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഇരുന്ന് ഈ പ്രസൻറ്റേഷൻ കൊച്ചിയിലിരുന്ന് ചെയ്യുമ്പോഴും സോ അറൗണ്ട് മീ ദർ ആർ ഡിസ്ട്രാക്ഷൻസ്. Maybe the sounds around me will not allow me to put 100% concentration into this presentation also. It can happen. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളിലെത്തുമ്പോഴും ഒക്കെയും ഈ പ്രശ്നമുണ്ട്. കമ്മ്യൂണിക്കേഷൻ ലോസിൽ വരുന്നത് മെയിനായിട്ട് നമ്മുടെ ലിസണിങ്ങിൽ വരുന്ന ഈ പറയുന്ന ഡ്രോബാക്ക് ആണ്. ദാറ്റ് ഇസ് എ പ്രോബ്ലം. Now, let us look what is the power of true listening. എന്താണ് ശരിക്കും ഇതിൻ്റെ ഈ ട്രൂ ലിസണർ, ശരിക്കും നമ്മൾ ഈ പറയുന്ന ആക്റ്റീവ് ലിസണിങ് ഉള്ള അതിൻ്റെ സത്യം എന്താണ്? അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ കേട്ടാൽ, അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്താൽ എന്താണ്, വാട്ട് ഇസ് ദ പവർ ബിയർ? നമ്പർ 1, ബിൽഡ്സ് ഡീപ്പർ റിലേഷൻഷിപ്സ്. തീർച്ചയായിട്ടും നമ്മൾ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. ഒരാൾ പറഞ്ഞ കാര്യം നമ്മളുടെ മനസ്സിൽ കൂടി നമ്മൾ കേട്ട കാര്യം ശരിയല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് അവർ റിലേഷൻഷിപ്പ്. കറക്റ്റ്? നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഹെൽപ്സ് us അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്. ശരിക്കും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ അവർ പറയുന്ന കാര്യം 100% അതിൻ്റേതായ രീതിയിൽ കേട്ടെങ്കിൽ മാത്രമേ അവരെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ കേൾക്കുന്ന ഫിൽറ്ററിൽ കൂടെ ആണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഓപ്പോസിറ്റിൽ ഇരുന്ന ആൾ അല്ലെങ്കിൽ പറഞ്ഞ ആൾ പറഞ്ഞ കാര്യം അതിൻ്റെ ശരിക്കുള്ള സെൻസിലായിരിക്കുകയല്ല നമ്മൾ എടുത്തതും അതിനനുസരിച്ചിട്ടുള്ള റിയാക്ഷൻസ് സാറിൻ്റെ സ്ട്രക്കായി പോയോ? ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്തോ ഒരു ബ്രേക്ക്. ട്രൂ ലിസണിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തെങ്കിലും ഒന്ന് കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയൂ. നമ്മളുടെ പൊതുവെ അല്ലേ, നമ്മുടെ ലൈഫിൽ പൊതുവെ അങ്ങനെ ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കാറില്ല. പലപ്പോഴും ഒരു പാർഷ്യൽ ലിസണിങ് മോഡിലാണ്. മൈൻഡ്ഫുൾ ആയിട്ട് ലിസൺ ചെയ്യണം. We are hearing only, we are not listening. We are hearing only, not listening. ആക്റ്റീവ് ലിസണിങ് അല്ല. Active listening. Judgmental. മറ്റ് ഡിസ്റ്റർബൻസ് വരുമ്പോൾ നമുക്ക് ശരിയായ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നു. അത്ര ഈസി ആയിട്ട് അല്ലെ, അത്ര ക്ലാരിറ്റിയോട് കൂടി നമ്മൾ ശ്രദ്ധിക്കാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. ഇല്ല. പാസീവ് ആണ് ഇപ്പോഴും നമ്മൾ. പാസീവ് എന്ന് പറയുന്നൊരു നേച്ചറല്ലേ. ഈ ജഡ്ജ്മെന്റ് പറയാൻ പോകുന്നത് എന്താണെന്ന് സാറേ വീണ്ടും ഒരു നെറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും കണക്ട് ചെയ്യാം. ഒരു സെക്കൻഡ് ഷെയർ ചെയ്യാം. ചെയ്തോളൂ. യെസ് സാർ.
അപ്പോൾ സോറി, നമ്മൾ ഇവിടെയായിരുന്നു നിർത്തിയത്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് റൈറ്റ്. ദ പവർ ഓഫ് ട്രൂ ലിസണിങ് ആൻഡ് അതെ, അപ്പോൾ ഇറ്റ് ബിൽഡ്സ് ഡീപ്പർ റിലേഷൻഷിപ്സ്, ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റും ശരിക്കുള്ള കേൾവിയിൽ കൂടെ. ബ്രിങ്സ് ക്ലാരിറ്റി ആൻഡ് പീസ് ടു ദ മൈൻഡ്. ശരിക്കും അല്ലേ, നമ്മൾ ശരിക്കുള്ള ശ്രദ്ധ കേൾത്താൽ എങ്കിൽ മാത്രമേ ആ പറയുന്നതിലുള്ള ക്ലാരിറ്റി കിട്ടുകയുള്ളൂ. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബ്രിങ് ദ പീസ് ടു ദ മൈൻഡ്. അപ്പം അങ്ങനെ ക്ലാരിറ്റി കിട്ടിയാൽ നമ്മുടെ പീസ് ഓഫ് മൈൻഡ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിൽ ശാന്തിയും വ്യക്തതയും തന്നെ കിട്ടും. So, when you listen completely without resisting or judging, a new clarity appears. അപ്പോൾ നമ്മൾ ആ കേൾക്കുന്ന കാര്യത്തിന് ഒരു റെസിസ്റ്റൻസോ ജഡ്ജിങ്ങോ ഒന്നുമില്ലെങ്കിൽ ഒരു പുതിയ ക്ലാരിറ്റി നമുക്ക് അനുഭവപ്പെടും, ഉറപ്പാണ്. അപ്പോൾ ആ ശ്രദ്ധയിൽ അല്ലെ നമ്മൾ കേട്ടതിലുള്ള കുഴപ്പം വരുന്നതുകൊണ്ടാണ് പല കാര്യങ്ങളുടെയും ക്ലാരിറ്റി കിട്ടാതെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ആകാം, പറഞ്ഞതിൽ തെറ്റിദ്ധാരണ, കേട്ടതിൽ തെറ്റിദ്ധാരണ വരുത്താം. എന്നാലും അയാൾ അങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഈ കേട്ട ശബ്ദം, ഇപ്പോൾ പറച്ചിലോ ഓഫീസിലോ നമ്മുടെ വീട്ടിലോ എവിടെയാണെങ്കിലും ഈ പറയുന്ന കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാം. നമ്മൾ ശ്രദ്ധിച്ചല്ല അത് കേട്ടത്. നമ്മൾ കേട്ട കാര്യം ഈ പറയുന്ന സ്ക്രീനിലൂടെ ഒക്കെ പോയി നമ്മളുടേതായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിൽ കേട്ടിട്ട് അപ്പോൾ മുതൽ നമ്മൾ ചിന്തിക്കുകയാണ്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, നമ്മൾ ഈ കേൾക്കുമ്പോൾ പോലും ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് ശരിക്കും? ഈ കേട്ടതിന് മറുപടി പറയാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡ്. നമ്മൾ കേൾക്കുകയാണോ? ശരിക്കുള്ള ട്രൂ ലിസണിങ് ആണോ? പ്രത്യേകിച്ച് രണ്ടാൾക്കാർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പറയുന്നയാൾ പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സ് എവിടെയോ ആണ്. ഇയാൾക്ക് എന്ത് ഉത്തരം കൊടുക്കണം? അപ്പോഴും ആലോചിക്കുക, ഇയാൾ ഇനി പറയാൻ പോകുന്നത് എന്താണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതിലെ കാര്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും വേറൊരു ലോകത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്ലാരിറ്റി കിട്ടാതിരിക്കുന്നത്. അപ്പോൾ പ്രശ്നമായോ? പ്രശ്നമായി. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ദ ആക്ട് ഓഫ് ലിസണിങ് ഇറ്റ് സെൽഫ് ഈസ് ഫ്രീഡം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ വേണം ഈ ആക്റ്റീവ് ലിസണിങ്ങിനെ കാണാൻ. കേൾക്കുന്നത് തന്നെ സ്വാതന്ത്ര്യമാണ്. അതൊന്നും മാറ്റാനൊന്നും നിൽക്കണ്ട, നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നില്ല. അത് അതുപോലെ തന്നെ നമ്മൾ കാണുന്നത് പോലെ അതിനെ കണ്ടാൽ മതി. യു സീ വാട്ട് ഈസ് വിത്തൗട്ട് ട്രൈങ് ടു ചേഞ്ച് ഇറ്റ്. യു ഡോണ്ട് നീഡ് ടു ചേഞ്ച് ഇറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ട്രൂ ലിസണിങ് സംഭവിക്കുന്നത്. ത്രൂ യുവർ ഹാർട്ട്, ത്രൂ യുവർ മൈൻഡ്, എവറിഥിങ് ഈസ് ക്ലിയർ നൗ. സോ ദിസ് ഈസ് ദ പവർ ഓഫ് ട്രൂ ലിസണിങ്. Agree or disagree, Sabu sir? Yes, completely Agree. agree. Really agreed. Raju sir agreed. Okay. Now Agreed, let's sir. see. Yes. Okay. Now, അപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്, നമ്മുടെ കേൾവിയുടെ, നമ്മുടെ ശരിക്കുള്ള ശാരീരികമായ കേൾവിയിലെ കുഴപ്പമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതും പറയുന്നതും. ശാരീരികമായ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണ്ടതായിട്ട് തന്നെയുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ലിസൺ ചെയ്യാവുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ നമ്മളുടെ കേൾവിയിലെ നമ്മുടെ ആ അപ്രോച്ചിലുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അതായിരുന്നു പ്രോബ്ലം ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഒരു ഈസി ആയിട്ട് ഹൗ വി ക്യാൻ ലിസൺ വിത്ത് ഈസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതെന്താണ് വേണ്ടത്? ഏതൊരു ആക്ടിവിറ്റിയിലും നമ്മളല്ലാതെ രണ്ടാമതോ മൂന്നാമതോ അല്ലെങ്കിൽ കുറേ പേരായിട്ടൊക്കെ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട കാര്യമാണ് ഞാൻ ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. സിറ്റ് സൈലൻ്റ്ലി വിത്തൗട്ട് ട്രൈങ് ടു ഫോക്കസ് ഓർ കോൺസെൻട്രേറ്റ്. നമ്മൾ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ കൂടുതൽ ബലം പിടിക്കുന്നതോറും ശരിക്കും പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ വളരെ ശാന്തമായിട്ട് ഇരുന്നാൽ മാത്രം മതി. സിറ്റ് സൈലൻ്റ്ലി വിത്തൗട്ട് ട്രൈങ് ടു ഫോക്കസ് ഓർ കോൺസെൻട്രേറ്റ്. നമ്മളങ്ങനെ കേന്ദ്രീകരിക്കാൻ, നമ്മുടെ ശ്രദ്ധയും ഒക്കെ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിക്കേണ്ടെന്നാണ് പറയുന്നത്. സിറ്റ് സൈലൻ്റ്ലി. ലെറ്റ് യുവർ മൈൻഡ് ബി ക്വയറ്റ് ആൻഡ് സ്റ്റിൽ. മനസ്സ് ഏറ്റവും ശാന്തവും നിശ്ചലവുമായിരിക്കട്ടെ. ആ നിശ്ചലത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ പറയുന്ന കാര്യത്തിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടാൻ പോകുന്നുള്ളൂ. അതിനുശേഷമേ എല്ലാം തുടങ്ങുന്നുള്ളൂ. സോ പ്ലീസ് സീറ്റ്, ലെറ്റ് യുവർ മൈൻഡ് ബി ക്വയറ്റ് ആൻഡ് സ്റ്റിൽ. Now, hear everything around you, near and far.
ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് ചോദിക്കുക, നമ്മുടെ അടുത്തുള്ള കാര്യങ്ങൾ മാത്രമാണോ നമ്മൾ കേൾക്കുന്നത്? ഏറ്റവും അടുത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? ഞാൻ ഇന്ന കാര്യം മാത്രമേ കേൾക്കൂ എന്ന് പറഞ്ഞ് ഒരു ബലപ്രയോഗം വേണോ? വേണ്ട എന്നാണ് പറയുന്നത്. ഹിയർ എവരിതിങ് അറൗണ്ട് യു, then you will be silent. Your mind is going to be still and quiet. ജസ്റ്റ് ഈ നിമിഷം തന്നെ നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. യെസ്, ഓക്കെ, അതാണ് അതിൻ്റെ ബ്യൂട്ടി. അടുത്തത്, when the mind is free and relaxed, the true listening happens. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സ് ഫ്രീയും ഒന്ന് റിലാക്സ്ഡും ആയിക്കഴിയുമ്പോൾ മാത്രമേ ഈ ട്രൂ ലിസണിങ് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ തുടങ്ങുകയുള്ളൂ. അതർവൈസ് യു ആർ നോട്ട് ലിസണിങ്. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ യുവർ മൈൻഡ് ഹാസ് ടു ബി ക്വയറ്റ്. Then you don't do anything. You can listen. You can listen very actively. പറയുന്നത് എന്തിനും ക്ലാരിറ്റി കിട്ടും. രണ്ടാമതൊരു തോട്ട് ഇല്ലാതെ തന്നെ വാട്ട് വാസ് ദ മെസ്സേജ് യു ഹേർഡ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ലിസൺ വിത്ത് ഈസ്. ദിസ് എഫേർട്ട്ലെസ് ലിസണിങ് ബ്രിങ്സ് ക്ലാരിറ്റി ആൻഡ് ഇന്നർ ചേഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ നമുക്ക് നമ്മുടെ ഒരു ആന്തരികമായിട്ട് തന്നെ നമുക്ക് ഒരു വ്യക്തത വരും, ഒരു ആന്തരിക മാറ്റം കൊണ്ടുവരും. ശരിക്കും പറഞ്ഞാൽ എഫേർട്ട്ലെസ് ലിസണിങ് ബ്രിങ്സ് ക്ലാരിറ്റി ആൻഡ് ഇന്നർ ചേഞ്ച്. ഇതുപോലെ നമ്മൾ പറയാറില്ലേ, കാതോർത്തിരിക്കുക എന്നൊക്കെ പറയാറില്ലേ? ശരിക്കും അത് വേണം. നമ്മൾ കാതോർക്കുമ്പോൾ നമ്മുടെ മനസ്സുമാണ് ശരിക്കും നിശ്ചലമാകുന്നത്, മനസ്സ് ശാന്തമാകും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ കേൾവിയിൽ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നതിൽ നമ്മുടെ ഓഡിറ്ററി ഫങ്ഷൻസിൽ പല സ്ക്രീനിൽ കൂടെ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസിലൂടെ കയറുന്നത് പോലും അങ്ങനെയാണ്. NLP പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ഇതറിയാം. എന്താണ് VAK എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ 5 സെൻസ് ഓർഗൻസിലെ സെൻസറി ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പ്രത്യേകിച്ച് പോകുന്നില്ല. അപ്പോൾ നമ്മളിതൊന്ന് മാറ്റിവെച്ചാൽ എന്താണ് ഈ സ്ക്രീനൊക്കെ ഒന്ന് മാറ്റിവെച്ചാൽ എന്താണ് സംഭവിക്കുന്നത് കൂടി ഒന്ന് നോക്കാം. We often listen through our desires, fears, ambitions and expectations. ഇതാണ് നമ്മൾ കേൾക്കുന്നത്. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ കൂടിയാണ് ആ കേൾക്കുന്ന കാര്യം. നമുക്കൊരു ആകാംക്ഷയുണ്ടാവും, ഒരുപക്ഷെ അതിലൊരു പ്രതീക്ഷയുണ്ടാവും. അപ്പം ഇതെല്ലാം സ്ക്രീനുകളാണ്. ഈ സ്ക്രീനുകൾ വഴിയാണ് നമ്മൾ കേൾക്കുന്നത്. These act as screens that distort what we hear. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവയാണ് ഞാൻ മേലെ പറഞ്ഞ കാര്യങ്ങളാണ് ശരിക്കുള്ള സ്ക്രീൻ. അവിടെയാണ് ഈ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നത്. കേൾവിയിലുള്ള ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നത് ഒരുപക്ഷെ നമ്മളുടെ ആഗ്രഹമാകാം, നമ്മളുടെ ഭയമാകാം, നമ്മുടെ ആകാംക്ഷയാകാം, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയാകാം. അപ്പോൾ ഇതിൽ കൂടെ മാത്രമാണ് നമ്മുടെ ലിസണിങ് സംഭവിക്കുന്നത്. ബട്ട് ദ ട്രൂ ലിസണിങ് ഹാപ്പൻസ് വെൻ വി സെറ്റ് അസൈഡ് ദീസ് ഫിൽറ്റേഴ്സ്. ഇത് സൈഡിലോട്ട് മാറ്റിവെക്കൂ, ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ. യു ക്യാൻ ലിസൺ പീസ്ഫുള്ളി. എല്ലാ ക്ലാരിറ്റിയോടും കേൾക്കണമെങ്കിൽ please keep this set aside. All these filters you have to keep it aside or don't use it. Sit silently. Okay, so listening becomes meaningful when we stop projecting our own thoughts. Correct? അപ്പോൾ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ പ്രശ്നം. കേൾക്കുമ്പോൾ പോലും നമ്മൾക്ക് ചിന്തകളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ചിന്തകൾ, നമ്മൾ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന ചിന്തകളാണത്. അത് നിർത്തിയാൽ തന്നെ ശരിക്കും നമ്മൾ കേൾക്കാൻ തുടങ്ങും. റൈറ്റ്? അപ്പോൾ അതിനും നമുക്ക് ഏറ്റവും വേണ്ടതാണ് ഈ ആക്റ്റീവ് ലിസണിങ്. എങ്കിൽ മാത്രമേ അത് മീനിങ് ഫുൾ ആവുള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ശരിയല്ലേ, ഒന്ന് ആലോചിച്ചു, നമ്മുടെ പ്രത്യക്ഷമായ ഈ മനസ്സിൽ കൂടി ഒരുപാട് ആവലാതികളും ഒരുപാട് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന
നമുക്കതിൻ്റെ യാതൊരു റിസൾട്ടും അറിയാൻ വയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇരിക്കുന്ന മനസ്സിൽ കൂടെ ഞാൻ പറയുന്നത് പോലും കേൾക്കുന്നു, ഈ മൈൻഡിൽ കൂടെയാണ് കേൾക്കുന്നതെങ്കിൽ യു കാൺ ഡു എനിത്തിങ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് റിമൂവ് ഓൾ ദി സ്ക്രീൻസ്. അത് വേണമെങ്കിൽ ശാന്തമായ മനസ്സ് വേണം, നിശ്ചലമായിട്ടൊന്ന് ഇരിക്കാൻ നമ്മൾ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം, ഇതൊക്കെ ആവശ്യമാണ്. ഓക്കെ, നൗ സോ ലെറ്റ് സീ വാട്ട് ഈസ് ബിയോണ്ട് ദ നോയ്സ് ഓഫ് വേർഡ്സ്. നമ്മൾ കേൾക്കുന്ന എല്ലാം വാക്കുകളാണല്ലോ, അല്ലാത്ത ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നു. നമ്മളിവിടെ പറയുന്ന വാക്കുകളെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ലിസണിങ് ഇസ് എൻ ആർട്ട് ദാറ്റ് ബ്രിങ്സ് അണ്ടർസ്റ്റാൻഡിങ്, അല്ലേ? കേൾവി ഒരു കലയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ അത് ആണ്. ആ കല അഭ്യസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. യു ഹാവ് ടു ലേൺ ദാറ്റ് ആർട്ട്. മ്യൂസിക് പഠിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഡ്രോയിങ് പഠിക്കുന്ന പോലെ. മോസ്റ്റ് പീപ്പിൾ ലിസൺ വിത്ത് പ്രീ കൺസെപ്ഷൻസ് ഓർ ജഡ്ജ്മെന്റ്സ്. നേരത്തെ പറഞ്ഞാണ്, മുൻവിധികളാണ്. നമ്മളെല്ലാവരും, ഇൻക്ലൂഡിങ് മീ, യു, നമ്മുടെ മാൻ കൈൻഡ് എല്ലാം അങ്ങനെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. മുൻവിധികളും ഒക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് മിക്കവാറും കാര്യങ്ങൾ. To listen fully, there must be inner quietness and relaxed attention. ഇത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. നമുക്ക് ശരിക്കും വേണ്ട പൂർണ്ണ കേൾവിക്ക് നമുക്ക് വേണ്ടത് ഒരു ആന്തരിക ശാന്തതയാണ്. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് പോലൊക്കെയുള്ള ബി പ്രസന്റ് ഹിയർ, അത്ര മൈൻഡ്ഫുൾ ആയിട്ടുള്ള ശ്രദ്ധയും വേണം. വേർഡ്സ് ആർ ഓൺലി ടൂൾസ്, റിയൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ബിയോണ്ട് ദം. ശരിയല്ലേ? വാക്കുകൾ ശരിക്കും ഒരു ഉപകരണങ്ങൾ മാത്രമാണ്. ശരിക്കുള്ള യഥാർത്ഥ ആശയവിനിമയം എന്ന് പറയുന്നത് ആ വാക്കുകൾക്ക് അപ്പുറത്താണ്. അതിൽ ഫീലിങ്സ് ഉണ്ടാവും, അതിലൊരു പക്ഷെ ചില കഥകളുണ്ടാവും, അല്ലെങ്കിൽ അതിനകത്ത് പറയാതിരുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ശരിക്കും കേൾക്കുന്ന കാര്യങ്ങൾ അത്ര ശ്രദ്ധയോടെ ഒരാളെ കേട്ടാൽ ചിലപ്പോൾ പറയാതിരുന്ന കാര്യങ്ങൾ പോലും അന്നേരത്തെ ഇമോഷണൽ ഫീലിങ്സോട് കൂടി ഒരു പക്ഷേ നമ്മൾക്ക് മനസ്സിലാകുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബിയോണ്ട് ദ നോയ്സ് ഓഫ് വേർഡ്സ് എന്ന് പറയും. വാക്കുകൾക്ക് അപ്പുറമായിട്ടുള്ള പറയാത്ത വാക്കുകളും ഉണ്ട്, മീനിങ്ങുകളും ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വെൻ വി സ്റ്റോപ്പ് സ്ട്രൈവിങ് ആൻഡ് സിംപ്ലി ലിസൺ, വി ഹിയർ ദ സോങ് ഓഫ് ദ വേർഡ്സ്. ഇതാണ് ജെ കൃഷ്ണമൂർത്തി പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നിർത്തി സാധാരണയായിട്ട് ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതെ കേൾക്കുമ്പോഴാണ് വാക്കുകളുടെ പാട്ട് നമ്മൾ കേൾക്കുന്നത്. പാട്ട് കേൾക്കുമ്പോൾ എന്താണ്? അത് എൻജോയ്മെൻ്റ് ആണ് നമുക്ക് തരുന്നത്. ഏതുതരം മൂഡിലായിക്കോട്ടെ. ചിലപ്പോൾ ഒരു പക്ഷേ പാത്തോസ് ആയിട്ടുള്ള സങ്കടകരമായ പാട്ട് കേൾക്കുമ്പോൾ നമ്മളും ഇമോഷണലി ഒക്കെയും അങ്ങനെ ആവുന്ന അതുകൊണ്ടാണ്. എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്ക് സങ്കടമുള്ള പാട്ട് കേട്ടാൽ, അല്ലെങ്കിൽ എനിക്ക് അതേപോലെ ഇഷ്ടമുള്ള പാട്ട് കേട്ടാൽ എൻ്റെ കണ്ണ് നിറയും. ഇറ്റ്സ് ആൻ ഇമോഷൻ. പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം. ചില പാട്ട് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെയും അനുഭവം ഉണ്ടാവും. സന്തോഷം കൊണ്ടുള്ള കണ്ണീർ ആകാം, ബട്ട് ദർ ഇസ് ആൻ ഇമോഷൻ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ആ പാട്ടുകളുടെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു. ആ പാട്ട് അത്രമാത്രം എൻ്റെ ഉള്ളിൽ ഇമോഷണലി ഒരു ചേഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. വൈ? ഐ ലിസൺ ഇറ്റ് കെയർഫുള്ളി. അല്ലെങ്കിൽ ഞാനത് ആ പാട്ട് അത്രമാത്രം ശ്രദ്ധയോടാണ് കേട്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, when we stop striving and simply listen, we hear the song of the words. To listen, the mind must be quiet and free from ideas. നമ്മുടെ ഐഡിയകളൊക്കെ കൂടെ ഒരുപാട് ഐഡിയകളൊക്കെ കാണും. അപ്പോൾ അങ്ങനെ നമ്മുടെ ആശയത്തിൽ കൂടെ അല്ല കേൾക്കേണ്ടത്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ ഒന്നാണെങ്കിലും ഇതെല്ലാം ശരിക്കും വേണ്ടത് അതാണ്. സോ ഡോണ്ട് ലേബൽ, ജഡ്ജ് ഓർ അനലൈസ്, ജസ്റ്റ് ലിസൺ. നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ നമ്മളൊരു ലേബലിടും. ഇതങ്ങനെ ആയിരുന്നു. ഒരാൾ പറയുന്നത് ശരിക്കും ആ അർത്ഥത്തിൽ പോലും ആയിരിക്കില്ല, അയാൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പോലും കാണുകയില്ല. ബട്ട് വി അപ്ലൈ ദ ലേബൽ. ഇയാൾ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് നമ്മൾ തന്നെ സമർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ അത് വിശകലനം ചെയ്ത് കഴിഞ്ഞു. ഇതങ്ങനെയാണ്, അങ്ങനെയല്ല. So don't judge anything. Don't put the labels. True listening is one of the hardest things to do.
ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇത്തിരി പാടാണ്. ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങളിൽ ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ട്രൂ ലിസണിങ് ആണ്, ആക്റ്റീവ് ലിസണിങ്. യു ജസ്റ്റ് ട്രൈ. നല്ല മനഃശക്തി, നല്ല മനോബലത്തിൽ കൂടെ കുറച്ചു നേരം പിടിച്ചിരുന്നാൽ മാത്രമേ നമുക്കിത് സാധിക്കുകയുള്ളൂ. So that is why it's saying that true listening is one of the hardest things to do. When you listen without thought, you are in direct contact with the truth. സത്യമല്ലേ? ചിന്തകളൊന്നുമില്ലാതെ ഇരിക്കുമ്പോൾ കേൾക്കുന്ന സത്യവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. When you sit in silent, without any thought, you are in direct contact with the truth. അതിനകത്ത് പരമസത്യം ശരിക്കും അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തായിരുന്നു അതെന്നുള്ളത്. ശരിക്കും നമ്മൾ ചിലർ പറയുന്ന കാര്യങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുന്നവരെ വളരെ ശ്രദ്ധിച്ച് ആ പിക്ചറിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് പറയുന്ന ആളും കേൾക്കുന്ന ആളും തമ്മിലുള്ള ഒരു വ്യത്യാസം പോലും നമുക്ക് ആ പിക്ചറിൽ നിന്ന് വളരെ ക്ലിയറാണ്. ആ പറയുന്ന ആളിനൊരു ഇമോഷനുണ്ട്, ആ കേൾക്കുന്ന ആളിനും അതേ രീതിയിൽ തന്നെയാണ് കേൾക്കുന്നത്. എങ്കിൽ മാത്രമേ ഈ പറയുന്ന ആളിൻ്റെ വാക്കുകളിലെ ഇമോഷനും പ്രശ്നങ്ങളും അതിലെ സത്യസന്ധതയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ വി ഹാവ് ടു ലിസൺ വിത്തൗട്ട് എനി തോട്ട്സ്. ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദി എസെൻസ് ഓഫ് ട്രൂ ലിസണിങ് എന്നുള്ളത് നോക്കാം. ബി പ്രസന്റ് ആൻഡ് ഓപ്പൺ, നോ ഡൗട്ട്. വളരെ മനസാന്നിധ്യത്തോടിരിക്കണം, തുറന്ന മനസ്സോടെയും ഇരുന്ന് വേണം നമ്മൾ കാര്യങ്ങൾ കേൾക്കാൻ. അവോയ്ഡ് മെന്റൽ നോയ്സ് ആൻഡ് സെൽഫ് സെൻറ്റേർഡ് ഇൻ്റർപ്രിട്ടേഷൻ. നമുക്കൊക്കെയുള്ള പ്രശ്നമാണല്ലേ സെൽഫ് ടോക്ക്. ഒരു നിമിഷം പോലും സെൽഫ് ടോക്ക് ഇല്ലാത്തവരില്ല. മനുഷ്യഗണമേ അങ്ങനെയാണ്. നമ്മൾ തന്നെ നമ്മുടെ ആന്തരികമായിട്ട് തന്നെ നമ്മൾ 1000 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മെൻ്റൽ നോയ്സ് എന്ന് പറയുന്നതാണ് സെൽഫ് ടോക്കാണ്. നെഗറ്റീവ് സെൽഫ് ടോക്കുകളൊക്കെ നമ്മൾ മറക്കണമെന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ബെറ്റർ ടു സ്റ്റോപ്പ് ഇറ്റ്. അവോയ്ഡ് മെൻ്റൽ നോയ്സ് ആൻഡ് സെൽഫ് സെൻറ്റേർഡ് ഇൻ്റർപ്രിട്ടേഷൻ. നമ്മൾ തന്നെ ഇങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വ്യാഖ്യാനങ്ങളാണ്. അപ്പോൾ അത് ഒഴിവാക്കണം. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളാവും ഒരു പക്ഷേ നമ്മൾ ഞാൻ ഈ പറഞ്ഞ സെൽഫ് ടോക്ക് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ആ ശബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് അവോയ്ഡ് ഇറ്റ്. ലിസൺ വിത്ത് ഈസ് വിത്തൗട്ട് എഫേർട്ട് ഓർ സ്ട്രെയിൻ. ഞാൻ നേരത്തെ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഒരു ശ്രമവും ഇല്ലാതെ വേണം കേൾക്കുക. നമ്മൾ കൂടുതൽ ബലം പിടിച്ചാണ് കേൾക്കുന്നതെങ്കിൽ നമ്മൾ ശരിക്കും കേൾക്കുകയല്ല ചെയ്യുന്നത്. സോ യു ഹാവ് ടു ലിസൺ വിത്തൗട്ട് എനി എഫേർട്ട് ഓർ സ്ട്രെയിൻ. ആ ഒരു ഒഴുക്കിൽ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി, ജഡ്ജ്മെൻറ്റുകളൊന്നും ഇല്ലാതെ ശരിക്കുള്ള ആക്റ്റീവ് മൈൻഡോട് കൂടി ശാന്തമായ മനസ്സിൽ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ. സോ ദാറ്റ്സ് എ ട്രൂ ലിസണിങ്. ഇൻ ട്രൂ ലിസണിങ് ദർ ഈസ് അണ്ടർസ്റ്റാൻഡിങ്, പീസ് ആൻഡ് കണക്ഷൻ. ശരിക്കും ഇതേ ഉള്ളൂ. ശരിക്കും നമ്മൾ കേട്ടാൽ നമുക്കെല്ലാം മനസ്സിലാകും, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, സമാധാനവും ഉണ്ടാവും, കണക്ഷൻ. ശരിക്കും ഒരു പക്ഷേ റിലേഷൻഷിപ്പ് പോലും ബെറ്റർ ആവുന്നതും അല്ലെങ്കിൽ മോശമാകുന്നതും ഇതിൻ്റെ അഭാവം കൊണ്ടായിരിക്കാം. സോ ദീസ് ആർ ദി എസൻസ് ഓഫ് ട്രൂ ലിസണിങ്. നമ്മളുടെ മുഖം ശരിക്കുള്ള കണ്ണാടിയിൽ നോക്കിയാൽ അതുപോലെ ക്ലിയർ ആയിരിക്കണം. അത്രമാത്രം ശ്രദ്ധയോടെ വേണം നമ്മൾ കാര്യങ്ങളെ കേൾക്കാൻ എന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു സാരാംശം. അവൾ ഇത്രയെല്ലാം പറഞ്ഞു. നമ്മൾ കേൾക്കുന്നതിൽ പ്രശ്നമുണ്ടോയെന്ന് പറഞ്ഞു, കോമൺ പ്രശ്നമാണ്, ആരെയും പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞതല്ല. നമ്മൾ അത് എന്താണ് കേൾക്കുന്നതിലുള്ള പ്രശ്നമെന്ന് നമ്മൾ പറഞ്ഞു, അത് എന്തുകൊണ്ടൊക്കെ ആകാമെന്ന് പറഞ്ഞു, എങ്ങനെയൊക്കെ തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ആവാമെന്ന് പറഞ്ഞു, നമ്മൾ എങ്ങനെയായിരിക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ടേക്ക് അവേ വേണമല്ലോ. അപ്പോൾ ലെറ്റ് us just look at what are the key takeaways from this. Quiet the mind to truly listen. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കണം, എന്ത് കാര്യം ആയിക്കോട്ടെ. അപ്പോൾ
പല കാര്യങ്ങളും സാഹചര്യങ്ങളാലും ജീവിത പ്രശ്നങ്ങളാലും ഒക്കെ ആണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും പറ്റി ഇല്ല എന്ന് വരാം, എങ്കിലും നമ്മൾക്ക് ശാന്തമാകാൻ പറ്റും. ഈ സമയവും കടന്നു പോകുമെന്നൊക്കെ പറഞ്ഞ മാതിരി അന്നേരത്തെ നമ്മളുടെ ആക്ഷനും അന്നേരത്തെ നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസും ഒക്കെ നമ്മൾ ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ദ സെക്കൻഡ് വൺ, റിമൂവ് ഇന്നർ സ്ക്രീൻസ് ലൈക്ക് ബയാസ് ആൻഡ് ഡിസയർ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു പക്ഷപാതവും പിടിക്കണ്ട, ആരുടെയും പക്ഷപാതവും പിടിക്കണ്ട. അതാണ് ബയാസ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആകണമെന്നില്ല. റിമൂവ് ദീസ് ഇന്നർ സ്ക്രീൻസ്. നമ്മുടെ ആഗ്രഹം പോലെ നമ്മൾ കേൾക്കുന്ന ആകാൻ പറ്റൂ ഒന്നും നിർബന്ധം പിടിക്കാൻ പാടില്ല. ലിസൺ ബിയോണ്ട് വേർഡ്സ് ടു ഫീൽ ദ മീനിങ്. വാക്കുകൾക്കും അപ്പുറത്ത് അർത്ഥമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് അനുഭവിക്കണം ശരിക്കും. നമ്മൾ ആ വാക്കുകളിലൂടെ അല്ലെങ്കിൽ നമ്മൾ കേട്ട കാര്യത്തിലൂടെ ഫീലിങ്ങോട് കൂടി കേട്ട കാര്യത്തിന് അപ്പുറത്തും ആ വാക്കുകൾക്കല്ലാതെയുമുള്ള ഫീലിംഗ് നമുക്ക് ട്രൂ ലിസണിങ്ങിൽ കൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. ജസ്റ്റ് ലിസൺ, നോട്ട് ഫോർ റിസൾട്ട്സ്, നോട്ട് ഫോർ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഫലമോ വിധിയോ ഒന്നുമില്ലാതെ വേണം നമ്മൾ കേൾക്കാൻ. പ്രത്യേകിച്ചും നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെ ഉദാഹരണത്തിന് ഈ ഓൺലൈൻ ക്ലാസ്സിലിരിക്കുന്ന പോലുള്ള ലിസണിങ് അനുഭവങ്ങൾ, പഠനത്തിലുള്ള ലിസണിങ് കുട്ടികളും ഒക്കെ ആണെങ്കിലും. അപ്പോൾ ഈ കേൾവിക്കുള്ള പ്രസക്തി എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ്. അതാണ് ഈ പറയുന്ന ടേക്ക് അവേ. ലിസണിങ് ഡീപ്ലി ട്രാൻസ്ഫോംസ് ബോത്ത് ദ ലിസണർ ആൻഡ് ദ സ്പീക്കർ. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ റോൾ അനുസരിച്ച് ഞാൻ സ്പീക്കറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് അതൊരു ട്രാൻസ്ഫോം ചെയ്തു കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്നവർ അത് ഡീപ്ലി അത് ഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ ആഴത്തിലുള്ള കേൾവി ശ്രോതാവിനെയും സംസാരിക്കുന്ന ആളിനെയും മാറ്റും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഈ പ്രസൻറ്റേഷനിൽ കൂടി ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കേൾവിയിൽ കൂടെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്നതൊക്കെയാണ് ട്രൂ ലിസണിങ് ത്രൂ ദ ഹാർട്ട്. എൻ്റെ ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ്, അല്ലെങ്കിൽ എൻ്റെ ടേക്ക് അവേസ് ഇതൊക്കെയാണ്. So let us wind up this today's session with a closing thought. So this is the closing thought. It is only in listening that one hears the song of the words. ഞാൻ ജയകൃഷ്ണമൂർത്തിയെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഈ സെഷൻ തീരുന്നതും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുന്നത് അതേ കോട്ടിൽ കൂടെയാണ്. ഇറ്റ് ഈസ് ഓൺലി ഇൻ ലിസണിങ് ദാറ്റ് വൺ ഹിയർസ് ദ സോങ് ഓഫ് ദ വേർഡ്സ്. അപ്പോൾ നമ്മൾ വേണ്ടത് ഇതാണ്, ജയകൃഷ്ണമൂർത്തിയെ പറഞ്ഞ മാതിരി നമ്മൾ കേൾവി ഒരു ആന്തരിക യാത്രയാണ്. അപ്പോൾ നല്ല കേൾവിയിൽ കൂടെ നമ്മൾക്ക് സത്യങ്ങൾ തിരിച്ചറിയും, അതിൻ്റെ സൗന്ദര്യം ഉണ്ടാവും, അല്ലെങ്കിൽ സൗന്ദര്യം തുറന്നു കാണിക്കും. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, കേൾവിയെ കുറച്ചുകൂടെ കാര്യമായിട്ട് എടുക്കണം. ഫൈനലി നമ്മൾ കേൾവിയെ ഒരു കല പോലെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സർ. ഓവർ ടു യു. താങ്ക് യു സർ. നമ്മളെപ്പോഴും ജനിച്ച അന്ന് മുതൽ കേൾക്കുന്നതാണ്, പക്ഷേ പലപ്പോഴും ആ കേൾവി പാസീവായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ആ പ്രമേയം. അപ്പോൾ അതിനെ നമ്മൾ ആക്റ്റീവ് ഹിയറിംഗ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഇമ്പ്രൂവ് ചെയ്യുക. ജീവിതം ഒരിക്കലല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ലിസണിങ്ങിലൂടെ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ നമ്മളുടെ ഇന്നർ ഹിയറിങ്ങും ഇതേ ഒരു തരത്തിലാകണം. നമ്മളെ സെൽഫ് റിഫ്ലക്ഷൻസ് ഒക്കെ ശരിക്കും ഒരു പെർഫെക്റ്റ് ഹിയറിങ് തന്നെയാണ്. പക്ഷെ അതൊന്നും പലപ്പോഴും നമ്മൾ കേൾക്കുന്നില്ല, ചോദിക്കാൻ പോലും നമ്മൾ തയ്യാറാകുന്നില്ല എന്നാണ് പലപ്പോഴും, അല്ലേ? എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയും, ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിലൊക്കെ വരുമ്പോൾ ഫേസ് ടു ഫേസ് ഇരിക്കുന്ന ക്ലയൻറ്റിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും, ഈ കണ്ണുനീരിൻ്റെ അർത്ഥം എന്താണ്? ഈ കണ്ണുനീര് എന്താണ്? കണ്ണുനീരിന് സംസാരിക്കാമായിരുന്നെങ്കിൽ ആ കണ്ണുനീര് എന്താണ് സംസാരിക്കുന്നത്? അല്ലെങ്കിൽ കാലിൻ്റെ മൂവ്മെൻറ്റ്, മുഖത്തിൻ്റെ മൂവ്മെൻറ്റ്സ്, അങ്ങനെയുള്ള എല്ലാം അതിന് സംസാരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അത് സംസാരിക്കുന്നില്ല. പക്ഷെ അത് സംസാരിക്കാൻ പറ്റാത്ത അതിൻ്റെ ആ ഒരു
പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി പ്രൊവൈഡ്, പ്രത്യേകിച്ച് ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു സൈക്കോളജി അറിയുന്ന വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം. നമ്മളെല്ലാവരും സൈക്കോളജിസ്റ്റ് ആണ് അല്ലെങ്കിൽ കൗൺസിലേഴ്സ് ആണ് എന്നുള്ളതാണ് വലിയൊരു കാര്യം അല്ലേ. കാരണം നമ്മൾ ഒത്തിരി പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഒത്തിരി ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. അവരുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു സ്വല്പം ഇപ്പം മനോജ് സാർ പറഞ്ഞ പോലെ ഒരു സ്വല്പം കാര്യപ്രാപ്തിയോടുകൂടി നമ്മളൊന്ന് കേൾക്കാൻ തയ്യാറായാൽ ഒത്തിരി പ്രശ്നങ്ങൾ മാറിക്കിട്ടും എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്ത് പോകും അല്ലേ, നമ്മൾ റിജക്റ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതാണ് നമ്മുടെ ഹിയറിങ്ങിൻ്റെ ഒരു പ്രത്യേകത. കാരണം നമ്മൾ അത്ര ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് ജീവിക്കുന്നത്. നമ്മൾ പോലും അറിയാതെ അതിനുള്ളൊരു പെർമിഷൻ എപ്പോഴും നമ്മൾ ബ്രെയിൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാളും പ്രയോറിറ്റിയുള്ള പലതും നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളൊരു ചിന്ത കടന്നു വരുന്നതുകൊണ്ട് ഈ ഒരു പാറ്റേൺ, ഒരു പാസീവ് ലിസണിങ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിനെ ആക്റ്റീവ് ആക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ അർത്ഥപൂർണമായ ഒരു എന്താ പറയുക, ഒരു ഹ്യൂമാനിറ്റിയുടെ കോൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. കൂടുതൽ ശ്രദ്ധയോടെ ചിന്തിക്കാൻ ഓർമ്മിപ്പിച്ച് റോയ് സാർ പറയും. സാർ പറഞ്ഞ പോലെ ഈ ലിസണിങ്ങിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പൂർണ്ണമായി ശ്രദ്ധിക്കാതെ ഇവൻ എന്തിനാ പറയണേ, ഇത് ഇന്നതാണ്, മറ്റേ ബാക്കിയാണെന്നൊരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ജഡ്ജ്മെൻ്റലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ പ്രധാനമായിട്ടൊരു കാര്യമുണ്ട് സാർ, ഇത് ഇതിനകത്ത് കണ്ടില്ല. ഈ പറഞ്ഞ പോലെ ബോഡി ലാംഗ്വേജ് കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ പൂർണ്ണമായ ലിസണിങ് ആവുന്നുള്ളൂ. ഒരേ വേർഡ്സുകൾ മാത്രമല്ല. പിന്നെ നമ്മൾ പറയുന്നത് ഒരു കാര്യം സാറ് പറഞ്ഞു, ഈ മുൻവിധി കൂടാതെ കേൾക്കുക എന്ന് പറയുമ്പോൾ വേറൊരു കുഴപ്പമുണ്ട്. ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൻ്റെ സ്വാധീനത്തിൽ നമ്മൾ പെട്ടുപോകും, മുൻവിധി ഇല്ലാതെ ശ്രദ്ധിച്ചാലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഭയങ്കര അപ്പോൾ അങ്ങ് പറയുമ്പോൾ അതിലേക്ക് നമ്മളങ്ങ് ലയിച്ചു പോവുക. അപ്പോൾ നമ്മളുടെ മനസ്സ് തന്നെ മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും. ഏതായാലും ഈ ലിസണിങ്ങിൻ്റെ കാര്യം സാറ് പറയുമ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ ശ്രദ്ധയിൽ വന്നു. സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു ഓരോന്നും. അപ്പോൾ അതുപോലെ തന്നെ ഒന്നത്. രണ്ട്, ഈ സാറ് പറഞ്ഞ കൃഷ്ണമൂർത്തിയുടെ കാര്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ഇമ്പത്തിൽ ലയിച്ചിരിക്കുക, പക്ഷെ അതിൻ്റെ വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ അറിയണമെങ്കിൽ അതുപോലുള്ളൊരു ലിസണിങ് ഉണ്ടെങ്കിലേ മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ ആ നിർവൃതിയിൽ നമ്മളങ്ങ് പോവുക. ഒരു സുഖം, അതായത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നു. അപ്പോൾ ആ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഹാപ്പി ഹോർമോൺ അതിൻ്റെ ഒരു സുഖം, അതിലങ്ങ് പോവുക. പക്ഷേ അവിടെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമ്മൾ അങ്ങനെ വരുമ്പോൾ. പക്ഷേ ഏതായാലും സാർ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ വളരെ ശ്രദ്ധിച്ചു. പക്ഷേ ചില സമയത്ത് നമ്മൾ ഈ ഫിയർ വരുന്ന കാര്യമൊക്കെ സാറ് പറഞ്ഞു. ഈ കാര്യത്തിൽ ഇതിൻ്റെ കാര്യത്തിൽ അപ്പോൾ നമ്മുടെ മൈൻഡ് റിയാക്ട് ചെയ്യുന്ന ജഡ്ജ്മെൻറ്റ്, കമ്പാരിസൺ, പ്രീ ജഡ്ജ്മെൻറ്റ് എന്നൊക്കെ സാറ് പറഞ്ഞു. അതൊക്കെ പിന്നെ പാസ്റ്റ് നമ്മളിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളും നമ്മുടെ തോട്ട് ഡൈവേർട്ട് ചെയ്തു. ഇതൊക്കെ ആണെങ്കിലും ലിസണിങ് സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ എമോഷണലി നമ്മൾ കൺട്രോൾ വിട്ടുപോകുമ്പോൾ ഈ ലിസണിങ് സ്കില്ലിനൊക്കെ ഒത്തിരി വ്യത്യാസം വരും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാറിൻ്റെ ക്ലാസ്സുകളെല്ലാം ശരിക്കും ഒരു ട്രെയിനിങ് സെഷൻ അല്ല, ചില കാര്യങ്ങളൊക്കെ ശരിക്കും പഠിപ്പിക്കുന്നത് പോലെയാണ്. എനിക്ക് ശരിക്കും അത് ഇരുന്ന് ആ ടൈമിങ്ങും ഒക്കെ എനിക്ക് വളരെ ഇതായിട്ട് തോന്നി. കാരണം സാർ ഓരോ പോയിന്റ്സ് പറയുന്നതും എല്ലാം വളരെ ഇരുത്തി ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുന്നതിനും അതിനനുസരിച്ചുള്ള ഒരു തോട്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുന്നതിനും ഒക്കെ നമുക്ക് കഴിയുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ രാജ് സർ. അഡ്മിറ്റ്. Good evening, everybody. Special good evening to Manoj sir and Sabu sir.
for this great session. Listening with the heart. ജോൺ സി മാക്സ്വെൽ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസംഗങ്ങളുടെ കുലപതി എന്നറിയപ്പെടുന്നതായിട്ടുള്ള ജോൺ സി മാക്സ്വെൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എവരിബഡി കമ്മ്യൂണിക്കേറ്റ്സ് ബട്ട് ഫ്യൂ ഓൺലി കണക്ട്സ്. നമ്മളെല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ കുറച്ച് പേര് മാത്രമേ കണക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെയും സാർ പറഞ്ഞതാണ്, യു ഹാവ് ടു കണക്ട്. ഇഫ് യു വാണ്ട് ടു കണക്ട്, യു ഹാവ് ടു സ്പീക്ക് ഫ്രം ഹാർട്ട് ടു ഹാർട്ട്. സംസാരിക്കുന്ന വ്യക്തിയും ആ വ്യക്തിയും ഹാർട്ടിൽ നിന്ന് ആയിരിക്കണം സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫ്രം ഹാർട്ട് ടു ഹാർട്ട് you can receive, the audience will receive it through the heart. That will be the real connection. That means most of us we are all communicating, but few only are connecting എന്നുള്ള വലിയ ചിന്തയാണ് സാർ ഇവിടെ അവതരിപ്പിച്ചത്. വളരെ കറക്റ്റാണ്. ഏറ്റവും അവസാനം സാർ പറഞ്ഞു ജെ കൃഷ്ണമൂർത്തിയുടെ, ഇറ്റ് ഈസ് ഓൺലി ഇൻ ലിസണിങ് ദാറ്റ് one's words are and hears the song of the words. Only it's in listening only when hears the song of the hearts. കാറൽ മാക്സ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരുവൻ്റെ വാക്കുകൾ മറ്റുള്ളവരുടെ സംഗീതമായിട്ട് തീരണം. സംഗീതം കേൾക്കുന്നത് പോലെ അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നത് പോലെ ആയിരിക്കണം. അത് തന്നെ ഒന്ന് മാറ്റി പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ ജെ കൃഷ്ണമൂർത്തി. ഒരുവൻ്റെ വാക്കുകൾ മറ്റുള്ളവർ സംഗീതമായിട്ട് അനുഭവപ്പെടുക. അപ്പോൾ സംഗീതമാണ് നമ്മൾ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഏറ്റവും പ്ലസൻ്റായിട്ട് മാറണം. പിന്നെ ഇവിടെ സാർ പറഞ്ഞതുപോലെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് മറുപടി കൊടുക്കണമെന്നുള്ള ആ തിരക്കിലാണ്, നമ്മുടെ മനസ്സ് ആ പ്രീ ജഡ്ജ്മെൻറ്റിലാണ്, എന്ത് മറുപടി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ശരിക്കും കേൾക്കുകയില്ല. കേട്ട പാതി കേൾക്കാത്ത പാതിയാണ് നമ്മൾ ഉത്തരം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദലൈലാമ പറഞ്ഞിരിക്കുന്നത്, when we speak we are only repeating what we already know, but when we listen we are learning something new. നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ, എന്നാൽ കേൾക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ ആ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണെന്നുള്ള ആ വലിയ ചിന്തയോടുകൂടി നമ്മൾ കേൾക്കുകയാണെങ്കിൽ, പഠിക്കണമെന്നുള്ള ചിന്തയോടുകൂടി കേൾക്കണമെന്ന് തീർച്ചയായിട്ടും അത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. സംസാരിക്കുന്ന വ്യക്തിയും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുകയാണ്. അതായത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ചിന്തയിൽ സംസാരിക്കുകയും, അതുപോലെ കേൾക്കുന്നവർ ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണെന്നുള്ള ചിന്തയോടുകൂടി കേൾക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ കണക്ഷൻ കൂടുതൽ ഹാർട്ട് ടു ഹാർട്ട് ആയിത്തീരും. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ളതായിട്ടുള്ള ആ വാക്കുകളാണ് ആയിട്ട് മാറും. അങ്ങനെയാകുമ്പം നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സംഗീതമായിട്ട് അനുഭവപ്പെടും. ഈ കാര്യങ്ങളൊക്കെയും സാർ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഒരുപാട് പോയിന്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് പോയിന്റ്സ് ഓവർലാപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടിയായിരിക്കും സാർ പോയിന്റ്സൊക്കെ പലതും സെയിം പോയിന്റ്സ് തന്നെ പല രീതിയിൽ പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയമെടുത്തു. ഇത്രയും സമയം കേട്ടിരിക്കാനായിട്ട് അല്പം എനിക്ക് തോന്നുന്നു സാധാരണ സാർ എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയം എടുത്തു. 1 മണിക്കൂർ എടുത്തു. സാറിന് ഒരു 1.25 മണിക്കൂർ എടുക്കാറുള്ളായിരുന്നു. ഇപ്പം കുറച്ചുകൂടി കൺസൈസ് ചെയ്ത് പറഞ്ഞ് നന്നായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ അല്ലാതെ വളരെ റിലവൻ്റായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ റിലവൻ്റായിട്ടുള്ള പോയിന്റ്സാണ് പറഞ്ഞതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ബാക്ക് ടു സാബു സാർ. ഓക്കെ, താങ്ക് യു. ജോർജ് സാർ ഉണ്ടോ? മോമന ടീച്ചർ, ശുദ്ധോദനൻ, ഡോക്ടർ ജോസഫ് സാർ. താങ്ക് യു സാർ. യെസ്, പറയൂ. രാജുവിൽപ്പ് സാറ് പറഞ്ഞ പോലെ ഒത്തിരി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സാർ പറഞ്ഞു. നമ്മൾ ഇപ്പോൾ ആര് സംസാരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ കാണാം, നമ്മൾ അല്ലെങ്കിൽ ഒരാളൊരു വാചകം പറഞ്ഞ് തീർക്കാൻ സമ്മതിക്കുക, അതിനു മുന്നേ മറുപടി പറഞ്ഞിരിക്കും. മറുപടി പറയാൻ വേണ്ടിയാണ് കേൾക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുഴുവനൊട്ട് കേൾക്കുന്നുമില്ല. ശരിക്കും ഈ കാര്യത്തിൽ മനുഷ്യർക്ക് നല്ലൊരു ട്രെയിനിങ് വേണമെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. ഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ്. എങ്ങനെ പറയാൻ വേണ്ടി കേൾക്കുകയാണ്. അവരുടെ ഉള്ളിലുള്ളത് പറയണം. മറ്റേ ആൾ പറയുന്നത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് അല്ല മറുപടി പറയും. ആ ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് സാർ എടുത്തത്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. ഓക്കെ, ദെൻ ഇനി ആരുള്ള? തോമസ് അച്ഛനുണ്ടോ? യെസ്, ഡോക്ടർ പറഞ്ഞു. സാർ, ഞാൻ ഈ കേൾവിക്ക് ഇത്രയും
മാനങ്ങളുണ്ടെന്ന് സാറിൻ്റെ പ്രസൻറ്റേഷനിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അതിൽ ഈ നമ്മളാരും ബ്ലാങ്ക് പേപ്പറോ അല്ലെങ്കിൽ ഒന്നും എഴുതാത്ത വെള്ളക്കടലാസോ സ്ലേറ്റോ ഒന്നും അല്ലല്ലോ. അപ്പം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിനെ ബ്ലാങ്ക് ആക്കി ഇടാനോ ബുദ്ധിക്ക് ബ്ലാങ്ക് ആക്കി ഇടാനോ ഒന്നും നമുക്ക് കഴിയാറില്ല. കാരണം ഒരു കാര്യം കേൾക്കുമ്പോൾ മനസ്സിൽ തിരകൾ അങ്ങനെ ഉയരും. നമ്മുടെ ജീവിതാനുഭവങ്ങൾ, വായിച്ചത് കേട്ടത് ഒക്കെ അതിങ്ങനെ വേവ്സ് ആയിട്ട് മനസ്സിൽ അലയടിച്ച് വരുമ്പോൾ അതിനെയൊക്കെ അടക്കിയിരുത്തുന്നത് എങ്ങനെയാണ് പ്രാക്ടിക്കലി സാധ്യമാകുന്നതെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ചെവി കൊണ്ടല്ലല്ലോ കേൾക്കുന്നത്. അപ്പോൾ സാറിൻ്റെ പ്രസൻറ്റേഷനിൽ ഈ ചെവിയെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ചെവി കൊണ്ടൊന്നും അല്ല കേൾക്കുന്നത്. നമ്മൾ ഈ ചിലത് ചെവി കൊണ്ട് കേൾക്കും, ചിലത് ഹൃദയം കൊണ്ട് കേൾക്കും, ചിലത് ബുദ്ധി കൊണ്ട് കേൾക്കും. അങ്ങനെ അനലിറ്റിക്കലായി കേൾക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ ചിലത് ഒരു കാതിലൂടെ കേട്ട് മറ്റേ കാതിലൂടെ പുറത്ത് കളയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കാമുകി പറയുന്നതൊക്കെ അല്ലെങ്കിൽ കൊഞ്ചലുകളൊക്കെ നമ്മൾ ഒരു ഹൃദയ കുസൃതി കൊണ്ടല്ലേ കേൾക്കുന്നത്. അപ്പോൾ അത് അർത്ഥശൂന്യമാവാം, അല്ലെങ്കിൽ എന്തായാലും അതിൽ നമ്മൾ ഈ ബ്ലാങ്കാക്കി കേൾക്കേണ്ടതല്ലത്. പക്ഷെ ബോസ് പറയുന്നത് നമ്മൾ ബുദ്ധി കൊണ്ട് തന്നെ കേൾക്കണം, അല്ലെങ്കിൽ വിവരം അറിയും. അതേപോലെ ഒരു കള്ളപ്പരീക്ഷ നേതാവ് നമ്മളെ മിസ്ഗൈഡ് ചെയ്യാൻ ഇരിക്കുമ്പോൾ നമ്മൾ ജഡ്ജ്മെൻ്റലാവണം നമ്മുടെ കേൾവിയിൽ. അല്ലാതെ അയാൾ പുലമ്പുന്ന വിഡിത്തമൊക്കെ നമ്മൾ ഈ ബ്ലാങ്ക് ആയിട്ടുള്ള മൈൻഡ് കൊണ്ട് കേൾക്കാൻ എനിക്ക് കഴിയാറില്ല ഒരിക്കലും തന്നെ. അപ്പോൾ ആക്റ്റീവ് ലിസണിങ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ലിസണിങ് എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധി കുറഞ്ഞവരാണ് എനിക്ക് തോന്നുന്നത് ഈ ട്രൂ ലിസണിങ്ങിൽ ഇരിക്കുന്നതെന്ന്. കാരണം ബുദ്ധിയുള്ളവർ പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ദർ ഇസ് എ കമ്പ്യൂട്ടർ വർക്കിംഗ് ഇൻ അവർ ബ്രെയിൻ ആൻഡ് ആൾസോ ഇൻ അവർ മൈൻഡ്. അത് പ്രീ പ്രോഗ്രാംഡ് ചെയ്ത് വെച്ചിരിക്കുക. കുറേ നമ്മൾ വായിച്ചറിവ്, ജീവിതാനുഭവങ്ങൾ, അങ്ങനെ കുറേ കാര്യം. ഇപ്പോൾ ഒരു ജഡ്ജ് രണ്ട് ആർഗ്യുമെൻറ്റ്സ് രണ്ട് സൈഡിൽ നിന്നുള്ള കേൾക്കുമ്പോൾ അദ്ദേഹം മൈൻഡ് ബ്ലാങ്കായിട്ട് വെച്ചുകൊണ്ട് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം രണ്ട് ഭാഗത്തു നിന്നും കേട്ടിട്ട് അത് ഈ കണ്ണുകെട്ടിയിരിക്കുന്ന നീതി ദേവത ത്രാസിൽ തൂക്കി നോക്കുന്നത് പോലെ കേൾക്കേണ്ട ഒരാളാണ് ജഡ്ജ്. പക്ഷെ നമ്മൾ ഈ ഒരുപാട് ജഡ്ജ്മെൻറ്റ് കേൾക്കുമ്പോഴും അങ്ങനെ ഒരു എന്താ പറയുക, ട്രൂ ലിസണിങ് ഫ്രം ദി പാർട്ട് ഓഫ് ജഡ്ജ് ഉണ്ടാകുന്നു. ഒരു ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ ശരിക്കും ആക്റ്റീവ് ലിസണിങ് വേണ്ടതാണ്. ഒരു കൗൺസിലർ കേൾക്കുന്ന സമയത്തും അപ്പോൾ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് അറൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലാങ്ക് മനസ്സായിട്ടോ ഇരുന്നാൽ നമുക്ക് കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ല. വി ക്യാൻ ബി ഗുഡ് ലിസണേഴ്സ്, പക്ഷേ ലിസണിങ്ങിൻ്റെ എൻഡിൽ നമ്മളൊരു തീരുമാനം എടുക്കണ്ടേ. അപ്പോൾ ഇതിൽ ഒന്ന് നേരത്തെ ഈ അപരൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കണം എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ വാക്കിൽ മാത്രമായിരുന്നു എന്ന് നമ്മൾ ഈ അനുഭവം കൊണ്ട് മനസ്സിലാകുന്നതാണ്. പക്ഷേ ഈ കേൾവിക്ക് ഒരുപാട് മാനങ്ങളുണ്ടെന്നുള്ളത് സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോഴാണ്. സാറ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഉള്ളിലൂടെ ഒരു സ്ക്രീൻ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഇത് സാധ്യമാകുക എന്ന് ഉള്ളത്. എന്തായാലും ഒരു പുതുമയുള്ള വിഷയം. സാർ അത് ഈ മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടി സാറ് പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല. അത് കൂടുതൽ സ്ട്രെസ് ചെയ്യാനും പിന്നെ ഈ സാറ് പറഞ്ഞ പോയിന്റ്സ് കൂടുതൽ ടേക്ക് ഹോം പോയിന്റ്സ് ഇല്ലേ, ക്വയറ്റ് ദ മൈൻഡ്, പിന്നെ ഈ റിമൂവ് ഇന്നർ സ്ക്രീൻസ്. ഹൗ ക്യാൻ വി റിമൂവ് അവർ ഇന്നർ സ്ക്രീൻസ്? അതവിടെ സ്റ്റാറ്റിക്കാണ്. അത് ഓട്ടോമാറ്റിക്കലി ഈ സമുദ്രത്തിൽ തിരകളില്ലാതെ ഇരിക്കണമെന്ന് പറയുന്നത് പോലെ അത് സന്ദർഭത്തിനനുസരിച്ച് അതിരാവിലെ കാണുന്ന സമുദ്രം വളരെ ശാന്തമായിരിക്കും. പക്ഷേ സായാഹ്നത്തിൽ അത് ഗംഭീരമായ തിരകൾ അടിച്ചു കയറും. സുനാമി വരുമ്പോൾ അത് തകർത്ത് കൊണ്ടുവരുന്ന രീതിയിൽ. ഇപ്പോൾ മനുഷ്യ മനസ്സിൻ്റെ ഒരു വലിയ ക്വാളിറ്റി കഴിവൊക്കെ, പിന്നെ ഈ പറയുന്ന ആളിൻ്റെ എബിലിറ്റിയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വെർബൽ റെസണൻസും അതേപോലെ തന്നെ ഈ ആരോഹണാവരോഹണങ്ങളും ഒക്കെ നമ്മളെ ഈ കേട്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ചിലത് തുടങ്ങുമ്പോൾ നമുക്ക് അറിയാം. ഈ വാക്കുകൾ മുറിച്ച് പറയുന്ന നമുക്കൊരു വലിയൊരു നേതാവുണ്ട്. അദ്ദേഹം 2 മണിക്കൂറൊക്കെ പ്രസംഗിച്ച് കേട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് അതിൻ്റെ തുടർച്ച പിടിക്കാൻ കഴിയില്ല. അത് അഴീക്കോട് മാഷ് 2 മണിക്കൂർ സംസാരിച്ചാലും ഒക്കെ നമ്മൾ രസകരമായിട്ട് അത് കേട്ടിരുന്നു പോകും. അത് കാരണം നമ്മുടെ ഈ ഹൃദയം തൊടുകയും കൂടെ വേണം. ഈ ചെവി കൂടെ കയറി ചെവി കൂടെ കടത്തി വിടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ ഇപ്പോഴത്തെ നമുക്കറിയാം, നമ്മളെപ്പോലുള്ള സീനിയേഴ്സൊക്കെ ക്ഷമയോടെ കേട്ടിരിക്കും. പക്ഷേ ഈ ന്യൂജൻ പിള്ളേരുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ മേക്ക് ഇറ്റ് ടെലഗ്രാഫിക് ലാംഗ്വേജ്
ഓർ ഗീവ് മീ ദ ബുള്ളറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നവരെ നമുക്ക് ഈ രാഗവിസ്താരം കഴിഞ്ഞ് കർണാട്ടിക് മ്യൂസിക്കിലേക്ക് കയറുന്നത് പോലെ പറഞ്ഞാൽ കണ്ണു തുറന്നു നോക്കിയാൽ ആരും സദസ്സിൽ ഉണ്ടാവില്ല. ആ രീതിയിൽ ഈ ജനറേഷൻ അത് ഈ ബുദ്ധിയുടെ വികാസത്തിന്റെ ഒരു ഘടകം കൂടെയാണെന്ന് തോന്നുന്നു. ലിസണിങ് കപ്പാസിറ്റിയിൽ വരുന്ന വ്യത്യാസങ്ങളും എല്ലാം നമുക്കറിയാലോ. ഇപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ പ്രസന്റ് ചെയ്താൽ മാത്രമേ അത് കുട്ടികൾ സ്വീകരിക്കുകയുള്ളൂ. ഈവൻ സംഗീതം പോലും ഇപ്പോൾ സംഗീതജ്ഞരെല്ലാം പെർഫോം ചെയ്ത് കാണിച്ചാൽ മാത്രമേ ഒരു ഗാനമേളയ്ക്ക് വന്നിരുന്ന് പഴയതുപോലെ പാടിക്കൊണ്ട് മെലഡീസ് പാടിക്കൊണ്ടിരുന്ന പിള്ളേരൊക്കെ എണീറ്റ് പോകും. അവർക്ക് പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള കുറേ വിഭവങ്ങൾ ചേർക്കണം. എന്തായാലും ഈ കേൾവിയുടെ ഒരുപാട് ഈ തലങ്ങൾ സാറ് പ്രസന്റ് ചെയ്തു. ഞാൻ അത് ആസ്വദിച്ചു എന്നറിയിക്കുകയാണ്. താങ്ക് യു. സാറേ, ഈ പുതിയ തലമുറയ്ക്ക് ഈ പറയുന്ന പോലെ കൊടുക്കുന്ന സാധനത്തിന് ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇത് റിസീവ് ചെയ്യാൻ പറ്റും? അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ടാവും. പണ്ടായിരുന്നു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരുന്നത്. ഇപ്പൊ ആ കേൾവിക്ക് ചെറിയ പ്രശ്നമുണ്ട്. മനസ്സിലാക്കാൻ പറ്റില്ല. സാബു സാറ് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യത്തില് ഞാൻ എൻ്റെ അടുത്ത് കൂടെ ഒരു ഹൃദയം കൂടെ കാണിച്ചിരുന്നു 2-3 ഫോട്ടോയിൽ കാണിച്ചിരുന്നു. അതുപോലെ റോയ് സാറ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ വാലിഡ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലേ വളരെ പ്രാധാന്യം. നമുക്ക് ബോഡി ലാംഗ്വേജിൽ കൂടിയാണ് കൂടുതലും കേൾക്കാതിരുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകുന്നതിൽ കൂടെയൊക്കെ തന്നെയാണ് അല്ല കേൾവി എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഞാനത് ജനറലൈസ് ചെയ്ത് പറഞ്ഞു. എങ്കിലും ഈ പറഞ്ഞ പോലെ സാറ് ഇപ്പം മ്യൂസിക്കിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞപ്പോൾ ഇപ്പം മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന തിയറി ക്ലാസ്സുകളെല്ലാം മാറ്റി. ഡോക്ടർ പറഞ്ഞ കറക്റ്റാണ്. എൻ്റെ കുറേ അടുത്ത സുഹൃത്തുക്കൾ മ്യൂസീഷ്യൻസ് ആണ്, മ്യൂസിക് ടീച്ചേഴ്സാണ്. അതിൽ ഒരു ഫ്രണ്ട് കഴിഞ്ഞ 30 വർഷമായിട്ട് മസ്കറ്റിൽ മ്യൂസിക് സ്കൂൾ നടത്തുന്ന ആളാണ്. റീസെൻ്റ്ലി അവർ പണ്ട് അതായത് ട്രഡീഷണലായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന പാറ്റേൺസ് മുഴുവൻ മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ പിള്ളേർക്ക് സമയമില്ല, കേൾക്കാനുള്ള ക്ഷമയില്ല, കേൾക്കുന്നതിന് പകുതിയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവർ ആ പാറ്റേൺസ് മാറിയിട്ട് പിള്ളേർക്ക് ഈ പറയുന്ന ടിപ്പുകളാണല്ലോ വേണ്ടത്. അങ്ങനെ കരിക്കുലം പോലും മാറ്റിക്കളഞ്ഞു. മ്യൂസിക്കിൻ്റെ കാര്യം അതുപോലെ ഒരു പക്ഷേ പാഠ്യപദ്ധതികളൊക്കെ ഇതുപോലെ ആയിരിക്കാം. ഡോക്ടർ പറഞ്ഞ 100% ശരിയാണ്. കേൾത്തിരിക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് പിള്ളേർക്കെല്ലാം വേണ്ടത് അപ്പോൾ കാണിക്കുന്ന ഗിമിക്സുകളിൽ കൂടി കിട്ടുന്ന ഷോർട്ട് കട്ട്സ് ആണ്. എല്ലാവരും ഷോർട്ട് കട്ടുകൾ മതി. എല്ലാവർക്കും കുട്ടികളെ മാത്രം പറയണ്ട, നമ്മൾ പോലും അതല്ലേ പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ചെറിയ സമയം കൊണ്ട് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യത്തിന്റെ പുറകെയാണ് നമ്മളെല്ലാവരും. അപ്പൊ അതെല്ലാം വളരെ സത്യമാണ് ഡോക്ടർ പറഞ്ഞല്ല. താങ്ക് യു. സാറേ, വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. പണ്ടത്തെ പോലെ ഒറ്റ ഹൃദയത്തിന്റെ കവർ എന്നല്ല, ഇത് മൾട്ടിപ്പിൾ കവറായിട്ടുള്ള ഹൃദയമായിപ്പോ ഉള്ള ഏത് രീതിയിൽ ഒരു സിംഗിൾ ലെയർ ഒന്നും അല്ല, മൾട്ടിപ്പിൾ ലെയറാണ്. ജോർജ് സാറേ വാ. ജോർജ് സാറേ വാ. താങ്ക് യു സർ. മനോജ് സാറേ, കൺഗ്രാജുലേഷൻസ് സാറേ. ഈ കേൾവിക്ക് ഇത്രമാത്രം സാധ്യതകളൊക്കെ ഇങ്ങനെ അനലൈസ് ചെയ്തൊന്നും സാധാരണ കേൾക്കാറില്ല. കേൾവിയെക്കുറിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം എന്നൊക്കെ സ്കൂൾ തലം പോലെ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ശ്രോതാവിന് താല്പര്യം ഉണർത്തുന്ന വിധത്തിലുള്ള സംഭാഷണങ്ങളാണ് കേൾക്കുക. പറയുന്ന ആളുടെ താല്പര്യത്തിനനുസരിച്ചാണ് സാധാരണ സംസാരം പോകുന്നത്. അത് അത്രമാത്രം ശ്രോതാവിൽ ഏൽക്കണമെന്നില്ല. അപ്പോൾ ശ്രോതാവിൻ്റെ സ്വരവും ഭാവവും ആക്ഷനും എല്ലാം അതെത്ര താല്പര്യം ഉണർത്തുന്ന വിധത്തിലാണോ അവതരിപ്പിക്കുന്നത്, അത് ഒരു വലിയ ഘടകമാണ് എന്ന് തോന്നുന്നു. അതുവഴി ബന്ധങ്ങൾ അല്ലെങ്കിൽ ഈ ശ്രോതാവിനെ പിടിച്ച് ഒന്ന് ആകർഷിച്ച് അടുപ്പിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അറിയാതെ തന്നെ ഇങ്ങനെ അകന്നകന്ന് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. ആളടുത്തുണ്ടെങ്കിലും പറയുന്നൊന്നും കേൾക്കണമെന്നില്ല. ആര് പറഞ്ഞാലും കേൾക്കുന്നവൻ്റെ മനസ്സാണല്ലോ അർത്ഥം കൊടുക്കുന്നത്. എത്ര നല്ല കാര്യം ആര് പറഞ്ഞു എന്നുള്ളതൊരു വിഷയമല്ല. കേൾക്കുന്നവൻ്റെ മനസ്സ് വരുന്നത് ജോർജാണ് ഈ പറയുന്നത് ഇന്നതൊക്കെയാണ്. അത് നമുക്കറിയാലോ, ഇത്രയും കാലമായിട്ട് അറിയുന്ന ആളാണ്. ഇതോടുകൂടിയാണ് നമ്മൾ ആര് സംസാരിക്കാൻ വന്നാലും നമ്മൾ തുടങ്ങുന്നത് തന്നെ. മാത്രമോ വിഷയം കേട്ട് കഴിയുമ്പോൾ പറയാം അതല്ലേലും പോകുന്നത് ഇങ്ങോട്ടേക്കാണ്, ഇന്നതാണ്, പിന്നെ എന്തിനാ ഇനി അധികം പറയണേ. എനിക്ക് മനസ്സിലായി പലപ്പോഴും അങ്ങനെയല്ലേ. ചില സംസാരം തുടങ്ങുമ്പോൾ പല ആളുകളും പ്രതികരിക്കും. എനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞ് ഞാൻ പ്രതിവിധി അങ്ങോട്ട് പറയാമെന്ന് പറയും. പറയുന്നതിൻ്റെ പകുതി പോലും കേൾക്കാൻ നിൽക്കില്ല. ഇതെല്ലാവരും പൊതുവിൽ മനുഷ്യൻ ആർക്കും കേൾക്കാൻ ക്ഷമയില്ല എന്നുള്ള സത്യം എന്ന് തോന്നിപ്പോകുന്നു. സമയമില്ല അല്ലെ, സമയമില്ല.
സമയമില്ല. നീ പറയാമെന്ന് നോക്കി എനിക്കറിയാം. നീ അങ്ങനെ പിന്നെ പ്രതിവിധി എല്ലാം നോക്ക് പോക്ക്. ഞാൻ ഒരു വാക്കും കൂടെ വയ്ക്കാം സാറേ. സാറേ സാധ്യതകളേറെയാണ്, ചർച്ച ചെയ്യാൻ ധാരാളം. അല്ല, ഭയങ്കര ജഡ്ജ്മെന്റിലാണ് നമ്മളല്ലേ, ഭയങ്കരമായിട്ട് ജഡ്ജ്മെന്റിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലിസണിങ് പവർ പോയി. ജഡ്ജ്മെന്റിലായി കഴിഞ്ഞാൽ ലിസണിങ് പവർ നഷ്ടപ്പെട്ടു. ഗോകുമാർ സാറേ, സാറിന്റെ ലിസണിങ് എങ്ങനെയുണ്ട്? ബീന മാം, തോമസ് അച്ഛൻ. ഹലോ സാർ, മനോജ് സാറ് വണ്ടർഫുൾ ക്ലാസ് ആയിരുന്നു. Yes, father. ഞങ്ങൾ ഈ പാസ്റ്റർ മിനിസ്ട്രിയിലെ ഒത്തിരി പ്രയോജനപ്പെടുത്താൻ പറ്റും. പല ആൾക്കാർ അച്ഛൻ അങ്ങനെ പറഞ്ഞായിരുന്നോ, ഞാനത് കേട്ടില്ല. ഇങ്ങനെയാണോ പറഞ്ഞത്? ഇതിന്റെയൊക്കെ പിന്നിലെ രഹസ്യം, ഈ മുഹൂർത്തം 3 തവണ പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രമായിട്ട് മാറുന്നേ പണ്ട് പറച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഞങ്ങൾ ഫീൽ ചെയ്തതാ. ഈ ആളുകൾക്കിടയിൽ ആശയസംവേദനത്തിന് ഇത്രേ സാധ്യതകള്, കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ഒരു നല്ല ബോധ്യമായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. സാറ് കൂടുതൽ വിജയിക്കട്ടെ. ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത മേഖലകളിൽ സാർ ഇനി ഞങ്ങളെ എത്തിക്കുക. ചെവിയുടെ കാര്യം മാത്രമല്ല, ഇന്ദ്രിയങ്ങളെ 5നെയും പിടിക്കാം. ഓക്കെ സാർ, താങ്ക് യു. പിടിക്കാന്ന് പറഞ്ഞാൽ സാർ പിടിച്ചിരിക്കും. ചെറിയൊരു തിരി കിട്ടാൻ മതിയല്ലോ, എവിടെയെങ്കിലും കത്തുകയല്ലേ. അതെ. ജോൽ സാറിനെ പോലെ ഞങ്ങൾ കേൾവിക്കാര് മാത്രമായിപ്പോ. ഓക്കെ, ബിനമാം എന്തെങ്കിലും പറയുന്നോ? ഓക്കെ, ഇല്ലെങ്കിൽ ജോർജ് സാർ കൺക്ലൂഡ് ചെയ്യും. അല്ല സോറി, മനോജ് സാർ കൺക്ലൂഡ് ചെയ്യും. സാർ, ഇത് നമ്മൾ എന്താണ് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇത്രയും പേരെല്ലാം കേട്ടിരുന്നത് തന്നെ നമ്മൾ ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി എന്താണ് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന എല്ലാവർക്കും ഇന്ന് സ്പെൻഡ് ചെയ്ത ടൈമിന് താങ്ക് യു പറയാൻ മാത്രമേ ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നുള്ളൂ. എല്ലാവർക്കും നല്ല ലിസണിങ്ങിനുള്ള ആക്റ്റീവ് ലിസണിങ്ങിനുള്ള ബോധം ഉണ്ടാവട്ടെ, മനസ്സുണ്ടാവട്ടെ. ഈ പറഞ്ഞ വാലിഡായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഇന്ന് പറഞ്ഞ കാര്യങ്ങളും ഈ ചർച്ചയിൽ കൂടെ പറഞ്ഞ ഫീഡ്ബാക്കുകളും എല്ലാം വാലിഡാണ്. ഒരുപക്ഷെ നമ്മൾ എത്ര ബലം പിടിച്ചാൽ ഇന്നത്തെ ഈ സാഹചര്യത്തിലൊക്കെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സങ്കീർണമായ ജീവിതത്തിൽ ഒരു പക്ഷേ ഇതൊന്നും സാധിക്കണമെന്നില്ല. പക്ഷേ നല്ല ലിസണിങ്ങിൽ കൂടി ഉണ്ടാവുന്ന നല്ല കാര്യങ്ങളും നമ്മുടെ അനുഭവങ്ങളും ഒക്കെയും വെച്ചുകൊണ്ട് ഒരു ചെറിയ കാര്യത്തെ നമുക്ക് കുറച്ചുകൂടെ ഒരു അവയർനെസ് ഉണ്ടാകണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾക്കും താങ്ക് യു വെരി മച്ച്. നമുക്ക് വീണ്ടും നാളെ കാണാം സാർ. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. ആക്റ്റീവ് ലിസണിങ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാം പറ്റുന്നിടത്തോളം. ഒരു കാര്യം കൂടെ, ഞങ്ങൾ ഒരുമാതിരി ബോധമുള്ളവരൊക്കെ അതിനകത്ത് ഇരിക്കുന്നതെന്നാ ഇത്ര കാലം ചിന്തിച്ചേ. പലതിനും ബോധമില്ലെന്ന് ഇപ്പഴാ തോന്നുന്നത്. സെൻസ് ഇല്ലാത്തവരാണല്ലേ? അതെ, ബോധം എങ്ങും പോയിട്ടില്ലല്ലോ ഫാദർ. ബോധം നമ്മളുടെ ഉള്ളിൽ. ബോധം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞ. അതെ, ഏത് നിമിഷവും ബോധമൊക്കെ മാറിപ്പോകാം. അതായത് ഒരു പ്രത്യേകത. അതെ. ഓക്കെ, റൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. Bye. Good night.